എല്ലാവർക്കും നമസ്കാരം. പ്രായോഗിക മലയാളം രണ്ടാമത്തെ ക്രാഷ് കോഴ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് ബ്ലോക്ക് 2 പ്രഭാഷണം എന്ന യൂണിറ്റാണ് പരിശോധിക്കുന്നത്. അപ്പോൾ പ്രഭാഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗകല എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് അതിനകത്ത് വന്ന ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബംഗാളിൻ്റെ ഇടിനാദം എന്നറിയപ്പെടുന്ന പ്രാസംഗികനായിരുന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ വർഷം. അതിൽ നിന്ന് ആദ്യം ചോദിച്ചൊരു ചോദ്യം, ആരാണ് ബംഗാളിൻ്റെ ഇടിനാദം എന്നറിയപ്പെടുന്ന പ്രാസംഗികൻ? അത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അപ്പോൾ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശകനും അതേപോലെ തന്നെ പ്രാസംഗികനുമായിരുന്നു. സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം വിജയമാഷിനെ പോലെ, കൽപ്പറ്റ നാരായണനെ പോലെ, എന്നാൽ അവരെക്കാൾ എത്രയോ മികച്ച ഒരു പ്രാസംഗികനായിരുന്നു സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നത്. അദ്ദേഹം അധ്യാപകൻ എന്ന നിലയിലും സാഹിത്യ വിമർശനം എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലൊക്കെ പ്രഗത്ഭനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ, സഞ്ചരിക്കുന്ന മനസ്സാക്ഷി എന്നും പ്രഭാഷണ കലയുടെ കുലപതി എന്നെല്ലാം അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അതേപോലെ സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണത്തെ സപ്തസാഗര ഗർജനമെന്ന് വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. സപ്തസാഗര ഗർജനമെന്ന് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ വിമർശന രീതി എന്ന് പറയുന്നത്, വിമർശനം 2 തരം വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഖണ്ഡനം, ഒന്ന് മണ്ഡനം. അതില്ലെങ്കിൽ പോഷകമല്ല ധ്വംസനം എന്ന് പറയും. അപ്പോൾ മണ്ഡന വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു കൃതിയെ അതിൻ്റെ കുറ്റങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അതിനകത്ത് നല്ല വശങ്ങളും കൂടി പറഞ്ഞിട്ട് ഒരു പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വിമർശനമാണ്. അതായത് ഒരു സാഹിത്യകൃതിയിൽ അവരെ വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനം. കുറ്റങ്ങളൊക്കെ പറയുമ്പോഴും നല്ലതും എടുത്തു പറയും. എന്നാൽ ഖണ്ഡന വിമർശനം പറഞ്ഞ പേര് പോലെ തന്നെ പൂർണ്ണമായി ഖണ്ഡിക്കുന്ന ഒരു തരം വിമർശനത്തെയാണ് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യത്തിൽ ഖണ്ഡന വിമർശനം പിന്തുടർന്ന ഒരു സാഹിത്യകാരനാണ് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നത്. അദ്ദേഹം സാഹിത്യമായിക്കോട്ടെ, തത്വചിന്തയായിക്കോട്ടെ, സാമൂഹിക ജീവിതമായിക്കോട്ടെ, ദേശീയത ആയിക്കോട്ടെ, ഏത് വിഷയത്തിൽ അഗാധമായിട്ടുള്ള നൈപുണ്യവും അതുപോലെ ചടുലതയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും ഗ്രന്ഥങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ആരോടും വിധേയത്വം പുലർത്താതെ നിശിതമായി വിമർശിക്കുന്ന ഒരു പൊതുവായ രീതിയാണ് അദ്ദേഹം പിന്തുടർന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചില കൃതികൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്ന് മലയാള സാഹിത്യ വിമർശനം, അത് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ പുസ്തകമാണ് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആശാൻ്റെ സീതാകാവ്യം, രമണന് മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. അതുപോലെ തന്നെ തത്വമസി, ഖണ്ഡനവും മണ്ഡനവും, എന്തിനു ഭാരതരെ, ഗുരുവിൻ്റെ ദുഃഖം, ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ, നവയാത്രകൾ, ഇത്തരം കൃതികളുടെ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കൂടാതെ ഇതിനകത്തുള്ള ഒരു 1 വേർഡ്, നമുക്ക് ചില 1 വേർഡുകൾ കൂടി നോക്കി നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയില്ല. അതായത് പ്രസംഗത്തിൻ്റെ ഉന്നം സത്യമല്ല വശീകരിക്കലാണ് എന്ന് പറഞ്ഞത് മെക്കാളയാണ്. അതുപോലെ മനുഷ്യ മനസ്സുകളെ ഭരിക്കുന്നതിൻ്റെ കലയാണ് പ്രസംഗകല എന്ന് പറഞ്ഞത് പ്ലേറ്റോ ആണ്. അണ്ണാമലൈ സർവകലാശാലയുടെ സ്ഥാപകനായിട്ടുള്ള പ്രഭാഷകൻ VS ശ്രീനിവാസ ശാസ്ത്രികളാണ്. പ്രാചീന ഗ്രീസിലെ പ്രസിദ്ധനായ പ്രഭാഷകൻ എന്ന് പറയുന്നത് ദമോസ്തനിസ് ആണ്. പ്രാചീന റോമിലെ പ്രശസ്തനായ പ്രഭാഷകൻ എന്ന് പറയുന്നത് മാർക്കസ് തുളിയസ് സിസോറയാണ്. അതുപോലെ 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ പ്രശസ്തരായ പ്രഭാഷകർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്മണ്ട് ബാർക്ക്, ചാൾസ് ജെയിംസ് ഫോക്സ്, റിച്ചാർഡ് ബിൻസ്ലി ഷെറിഡൺ ആണ്. അതുപോലെ ബംഗാളിൻ്റെ ഇടിനാദം, ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ബംഗാളിൻ്റെ ഇടിനാദം എന്നറിയപ്പെടുന്ന പ്രാസംഗികനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അതുപോലെ അമേരിക്കയുടെ നമ്പർ 1 പ്രാസംഗികനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനിയൽ വെബ്സ്റ്റർ ആണ്. അതുപോലെ വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തിയ വർഷം എന്ന് പറയുന്നത് 1893 ആണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ പ്രസിദ്ധരായ പ്രാസംഗികന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ ബാനർജി വരും, ബിപിൻ ചന്ദ്രപാൽ, ആനി ബസന്റ്, VS ശ്രീനിവാസ ശാസ്ത്രികൾ, അതുപോലെ തന്നെ സരോജിനി നായിഡു, ഡോക്ടർ രാധാകൃഷ്ണൻ മുതലായവരാണ്. അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, പ്രഭാഷണം കൊണ്ട് വിശ്വവിജയം നേടിയ ഭാരതീയനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികം പറയാൻ പറ്റില്ല, എളുപ്പമുള്ള ചോദ്യമാണ്, വിവേകാനന്ദനാണ്. ആധുനിക യുഗത്തിലെ ദമോസ്തനിസ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലറാണ്. ഇതിൽ പ്ലേറ്റോനെ കുറിച്ചുള്ള ഇതൊക്കെ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള 1 വേർഡുകളാണ്. പ്ലേറ്റോനെ കുറിച്ചുള്ള ചോദ്യം, അതുപോലെ തന്നെ ബംഗാളിൻ്റെ ഇടിനാദം, അതുപോലെ ആധുനിക യുഗത്തിലെ ദമോസ്തനിസ്,
പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച പ്രഭാഷകനാര്, ഇത്തരം ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വൺ വേർഡിന്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റേ ചോദ്യം നോക്കുക. 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന പ്രഭാഷണ താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ പ്രസംഗകലയുടെ സവിശേഷതകളായ അഴീക്കോട് പറയുന്നത് എന്തെല്ലാം, അത് 5 മാർക്കിൽ നിന്നൊരു ചോദ്യമാണ്. അതുപോലെ ഉത്തമനായ പ്രാസംഗികന് ഉത്തമനായ മറ്റെല്ലാ കലാകാരന്മാർക്കും മുമ്പ് ഉണ്ടാക്കുന്നവനല്ല അഴീക്കോടിൻ്റെ പ്രസംഗകല എന്ന ലേഖനത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പരീക്ഷയ്ക്ക് 10ഉം 15ഉം അതേപോലെ തന്നെ 17 മാർക്ക്, അതായത് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗകല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രസംഗം എന്ന് ചോദിച്ചാൽ, പറയുന്നതാണ് വാക്കെങ്കിൽ വാക്കിൻ്റെ യഥാർത്ഥമായ കലയാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ പ്രസംഗം അല്ലെങ്കിൽ പ്രസംഗിക്കുക, പ്രഭാഷകൻ അല്ലെങ്കിൽ പ്രാസംഗികൻ എന്നിങ്ങനെ പലതരം വാക്കുകളിൽ അത് ഉറച്ചു പോയിട്ടുണ്ട്. എന്നാൽ പ്രസംഗത്തിന് ഭാഷണം എന്ന അർത്ഥമില്ല. പ്രസംഗത്തിന് ഭാഷണം എന്ന അർത്ഥമില്ല എന്നാണ് അഴീക്കോട് പറയുന്നത്. മറിച്ച് എന്താണ്, വാക്കിന് അതിദേവത ഉണ്ടെങ്കിൽ ആ വാഗ്ദേവിയുടെ കൃപാകടാക്ഷം നിങ്ങളെ ധീരോദാര വാക്കായ പ്രഭാഷകനാക്കി തീർക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ ഉള്ളിലുള്ള വികാരവും വിചാരവും ഒക്കെ മറ്റുള്ളവർ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാലത്തും മറ്റുള്ളവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളോട് ചിന്തിച്ച് പോകണം, നമ്മൾ അംഗീകരിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഇത് പഴയ കാലം മുതൽ ഇത്തരമൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് എല്ലാവരും നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയം മറ്റൊരാളിലേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് സംസാരിക്കണം അല്ലേ. നല്ല രീതിയിൽ ആശയമുള്ള ഒരാൾക്ക് അത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആശയം മറ്റൊരാളിലേക്ക് എത്തില്ല. അപ്പോൾ ഈ ഒരു മഹാപുരുഷന്മാരായിട്ട് ആളുകൾ പോലും, ഇപ്പോൾ പ്ലേറ്റോനെ പോലുള്ള ആളുകൾ പോലും, ഇപ്പോൾ പ്ലേറ്റോ പറയുന്നത് എന്താണ്, പിന്നെ മെക്കാളോ പറയുന്നത് പ്രസംഗത്തിൻ്റെ ഉന്നൽ സത്യമല്ല വശീകരിക്കലാണ് എന്ന് മെക്കാളോ ഏതൻസിലെ പ്രാസംഗികന്മാരെന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് തെറ്റെന്ന് തോന്നുന്ന ഒരു ആശയം, അത് തെറ്റെന്ന് അറിവുള്ള ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന വാഗ്ജാല പ്രയോഗത്തിൻ്റെ വിദ്യയാണ് പ്രസംഗം എന്നാണ് ഒരു ആക്ഷേപം. അതിന് മേലുള്ള ഒരു ആക്ഷേപമാണ്. എന്താണ്, ഒരാൾക്ക് ഇപ്പം ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യം തെറ്റെന്ന് അറിയാം, അത് കേൾക്കുന്ന നിങ്ങൾക്കും തെറ്റെന്നറിയാം, പക്ഷേ അത് ശരിയെന്ന് നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സമർത്ഥിക്കുന്ന ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു വാഗ്ജാലം, ഒരു മായാജാല പ്രയോഗമാണ് പ്രസംഗം എന്നാണ് പൊതുവിൽ അതിനെ ആക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ പ്രസംഗം ഒരേ സമയത്ത് തന്നെ വളരെയധികം തീവ്രമായിട്ട് പ്രശംസിക്കപ്പെടുകയും അതുപോലെ പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് മൗനം സ്വർണ്ണമാണെന്ന് ജർമ്മൻ പഴഞ്ചൊല്ലുണ്ട്. മൗനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്, അപ്പോൾ അധികം നേരം സംസാരിച്ചുകൂടെന്നാണ് പറയുന്നത്. എന്നാൽ മറ്റൊരു ചൊല്ലി പറഞ്ഞാൽ മന്ദന് ഭൂഷണം എന്നാണ്. മൗനം എന്ന് പറയുന്നത് മന്ദനാണ് ഭൂഷണം, നന്നായിട്ടുള്ള ഒരാൾക്ക് മൗനം ചേരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിവേകശാലി സംസാരിക്കണമെന്നും വിവേകശാലി സംസാരിക്കേണ്ടെന്നും 2 വാക്കുകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തൊക്കെയായാലും മനുഷ്യരുടെ മനസ്സുകളെ ഭരിക്കുന്നതിൻ്റെ കലയാണ് പ്രസംഗകല എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായാലും മനുഷ്യരുടെ മനസ്സുകളെ ഭരിക്കുന്നതിൻ്റെ കലയാണ് പ്രസംഗകല എന്ന് പ്ലേറ്റോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രസംഗകല എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഇന്നത്തെ കാലത്ത് മാത്രമുള്ളതല്ല. പ്രസംഗം എന്ന് പറയുന്നത് എല്ലാ കാലത്തും, അതായത് പ്രാചീന ഗ്രീസിൽ ദമോസ്തനീസ് എക്കാലത്തെ ഏറ്റവും മികച്ച പ്രാസംഗികരുടെ ഒരാളാണ് ദമോസ്തനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ മുഴുവൻ കീഴടക്കിയിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിട്ടുള്ള ഫിലിപ്പിനെതിരെ പ്രസംഗിച്ചിട്ട് ലോക ജേതാവായിട്ട് മാറിയ ഒരു പ്രാസംഗികനാണ് ദമോസ്തനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് അംഗീകാരവും പാരിതോഷികവും എന്ന നിലയിൽ ഏതൻസുകാർ അദ്ദേഹത്തിന് ഒരു കനക കൊടീരം ഉപഹാരമായിട്ട് നൽകാൻ നിശ്ചയിച്ച സമയത്ത് ആ ഉദ്യമത്തെ എതിർത്ത എയ്സ്കെൻസ് എന്ന് പറയുന്ന ഒരു നടന് അദ്ദേഹം ഒരു മറുപടി നൽകി. ആ മറുപടി നൽകിയ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലവും ഉത്തമമായ പ്രസംഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രാചീന ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ പ്രസംഗം എന്ന് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിന് ഏതൻസുകാർ ഒരു ഉപഹാരം, ആർക്ക് ഡെമോസ്തനീസിന് ഏതൻസുകാർ ഒരു ഉപഹാരം സമർപ്പിക്കാൻ വിചാരിച്ച സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് എയ്സ്കെൻസ് എന്ന നടനെ എതിർത്ത സമയത്ത് അതിന് അദ്ദേഹം നൽകിയ മറുപടി പ്രസംഗമാണ് ലോകത്തെ ഏറ്റവും മഹത്തരമായ പ്രസംഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊന്ന്, ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രാചീനമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ആ പ്രാചീന റോമിൽ പ്രാചീന ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ദമോസ്തനീസ് എന്ന് പറഞ്ഞു. പ്രാചീന റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാസംഗികൻ എന്ന് പറയുന്നത് സിസോറോ മാർക്കസ് തുളിയസ് ആണ്.
അല്ലെങ്കിൽ മാർക്കസ് തുളിയസ് സിസോർ എന്നറിയപ്പെടുന്നതാണ്. അദ്ദേഹം വളരെയധികം വലിയ ഒരു പ്രാസംഗികനായിരുന്നു. പിന്നെ നമുക്ക് ഈ മറ്റേ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് രാഷ്ട്രത്തിൽ ഉയർന്നു വന്ന 3 പ്രഭാഷണ താരങ്ങളാണ് എഡ്മണ്ട് ബാർക്കും ചാർൾസ് ജെയിംസ് ഫോക്സും റിച്ചാർഡ് ബിൻസി ഷെറിഡൻ എന്ന് പറയുന്നത്. അവരും ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും പിന്നെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ള വാറൻ ഹെസ്റ്റിങ്സിനെതിരായിട്ടുള്ള അതായത് ഇന്ത്യയിൽ ആ സമയത്ത് 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കൂടി കോളനിവൽക്കരണം നടത്തിയ സമയത്ത് ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ള വാറൻ ഹെസ്റ്റിങ്സിനെതിരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ 3 പേര് നടത്തുന്ന പ്രസംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ തന്നെ ബാർക്കിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ആംഗല സാഹിത്യം, അതായത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ ഉയർന്ന കവിതയുടെയും നാടകത്തിൻ്റെയും അടുത്ത് നേടിയ പ്രഭാഷണങ്ങൾ ബാർക്കിൻ്റേത് മാത്രമാണ്. അത്രത്തോളം മികച്ച പ്രഭാഷണങ്ങൾ, അതായത് ഏറ്റവും മികച്ച, അതായത് സാഹിത്യത്തിൽ അന്ന് കവിതയ്ക്കും നാടകത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ഒരുപാട് വേർഡ്സ്വർത്തും ഷെല്ലിയും കോൾറിഡ്ജും അങ്ങനെ ഒരുപാട് ഈ കീറ്റ്സും അങ്ങനെ ഒരുപാട് കവികളുണ്ട്. അതുപോലെ ഷേക്സ്പിയർ പോലുള്ള നാടകകൃത്തുക്കളുണ്ട്. അപ്പോൾ ഇതിൽ ഇവരുടെ ഈ നാടകങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ കവിതകളെപ്പോലെ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നതായിരുന്നു ബാർക്കിൻ്റെ പ്രഭാഷണം എന്ന് പറയുന്നത്. അതുപോലെ ഫോക്സും ഫീറ്റും ഷെറിഡൻ എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന പിന്നെ പ്രാസംഗികരായിരുന്നു. അത് ഒരുപാട് പേര് അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു. അതുപോലെ ഇനി അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനെ തുടർന്നും വിശ്വോത്തരമായിട്ടുള്ള കുറേ പ്രാസംഗികന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. പാട്രിക് ഹെൻറി ക്ലേ, ഡാനിയൽ വെബ്സ്റ്റർ. അപ്പോൾ അവരുടെ പേരുകൾ ഇന്നും അമേരിക്കക്കാർ രോമാഞ്ചത്തോടു കൂടി മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിൽ തന്നെ ഹെൻറി ക്ലേ, അവിടുത്തെ അമേരിക്ക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോളനിവൽക്കരണത്തിന് വിധേയമായ ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അമേരിക്കയിലുള്ള അടിമ പ്രശ്നത്തെക്കുറിച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന, അതായത് 48 മണിക്കൂർ അധികം നീണ്ടു നിൽക്കുന്ന ഒരു മഹാപ്രസംഗം നടത്തിയതാണ് ഈ പറഞ്ഞ ഹെൻറി ക്ലേയുടെ മരണത്തിന് പോലും കാരണം എന്ന് പറയുന്നത്. എന്നാൽ അപ്പോഴും അമേരിക്കയുടെ നമ്പർ 1 പ്രാസംഗികൻ എന്ന് പറയുന്നത് ഡാനിയൽ വെബ്സ്റ്ററാണ്. അത് ഓർത്തു വെക്കുക. അമേരിക്കയുടെ നമ്പർ 1 പ്രാസംഗികൻ എന്നത് ഡാനിയൽ വെബ്സ്റ്ററാണ്. അതുപോലെ തന്നെ പിന്നെ ഹെൻറി ക്ലേ എന്ന് പറയുന്നത് അടിമ പ്രശ്നത്തെക്കുറിച്ച് 2 ദിവസം നീണ്ടുന്ന പ്രസംഗം നടത്തുമ്പോൾ മരണപ്പെട്ടു പോയ ഒരാളാണ്. അതുപോലെ ഇന്ത്യയിലും ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ധാരാളം പ്രാസംഗികന്മാരുണ്ടായിട്ടുണ്ട്. ബംഗാളിലെ ഇടിനാഥ് എന്ന് വിശേഷിപ്പിക്കുന്ന സുരേന്ദ്രനാഥ ബാനർജി ഉണ്ട്. സിംഹഗർജന പ്രഭവാനായിട്ടുള്ള വിപിൻ ചന്ദ്രപാൽ ഉണ്ട്. വാണിദേവിയുടെ അവതാരം എന്ന് പുകഴ്ക്കൊണ്ട ആനി ബസന്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നോക്കുക. അതായത് ബംഗാളിൻ്റെ ഇടിനാഥ് എന്ന് പ്രഖ്യാപിതനായിട്ടുള്ള സുരേന്ദ്രനാഥ ബാനർജിയാണ്. സിംഹഗർജന പ്രഭവാനായിട്ടുള്ള വിപിൻ ചന്ദ്രപാലാണ്. വാണിദേവിയുടെ അവതാരം എന്ന് പുകഴ്ക്കൊണ്ടത് ആനി ബസന്റ് ആണ്. അവരുടെ നാവുകൾ ഈ നാടിൻ്റെ തന്നെ ഏറ്റവും മൂർച്ചയേറിയ സമരായുധമായിരുന്നു. കാരണം പ്രസംഗം എന്ന് പറയുന്നൊരു കലയ്ക്ക് ലോകത്തുള്ള എല്ലാത്തിനെയും ആകർഷിക്കാൻ പറ്റും. മറ്റേതൊന്നിനേക്കാളും, ഏതൊരു ആയുധത്തെക്കാളും ഒന്നിനെ എതിർക്കാനും ഒന്നിനെ നമ്മളിലേക്ക് ആകർഷിക്കാനും പറ്റുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് നാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഇവരുടെ നാവുകൾ അത്ര വലിയൊരു ആയുധമായിരുന്നു. അതായത് ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പായുധത്തിനേക്കാളും എത്രയോ മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു അവരുടെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ, ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഭാഷകനായിരുന്നു അണ്ണാമലൈ സർവകലാശാലയുടെ സ്ഥാപകനായിട്ടുള്ള VS ശ്രീനിവാസ ശാസ്ത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർക്കിടയിൽ പോലും അത്രയും മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും സുന്ദരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പ്രാഗൽഭ്യമുള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വളരെയധികം കാവ്യാത്മകമായിട്ടുള്ള ഒരു ശൈലി കൊണ്ട് പിന്നെ ആളുകൾ ധാരാളം കേട്ട ഒരു പ്രാസംഗികയാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രപരമായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു. അത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് കിഴക്കും പടിഞ്ഞാറും ഇന്ത്യയിലും പൗരസ്ത്യ ദേശത്തും പാശ്ചാത്യ ദേശത്തും ഒരേപോലെ പ്രശസ്തി ആർജിച്ചവയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ കാണുന്ന ഏറ്റവും വിശ്വോത്തരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തിയ ഒരാൾ നമുക്കറിയാം, സ്വാമി വിവേകാനന്ദനാണ്. 1893 ചിക്കാഗോയിൽ നടന്ന ഒരു ലോക മതസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ എക്കാലത്തെയും മികച്ച പ്രസംഗങ്ങളൊന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പം നമ്മളും പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? പക്ഷെ അത്തരം എല്ലാ പ്രസംഗങ്ങളും എല്ലാ കാലത്തും നിലനിൽക്കുന്നില്ല. അന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, ആ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഉപയോഗിച്ച വാക്കുകളാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രസംഗ ലോകത്ത് എക്കാലത്തെയും വലിയൊരാളാക്കിയിട്ട് മാറ്റുക. വാക്കിൻ്റെ ദിവ്യമായ മഹിമയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചൈതന്യത്തെ ആവിഷ്കരിക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ പ്രസംഗകലയ്ക്ക് ജനങ്ങളെ നല്ല രീതിയിലേക്കും മോശമായ രീതിയിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നു. പക്ഷേ ഹിറ്റ്ലർ വളരെ മികച്ചൊരു പ്രാസംഗികനായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരാളെന്ന് പറയുന്നത്
പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ചർച്ചിലും വലിയൊരു പ്രാസംഗികനായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ പിന്നെ കാലഘട്ടത്തിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ മറികടക്കാൻ ഉതകുന്ന തലത്തിൽ നല്ല മികച്ച പ്രാസംഗികരായിരുന്നു. അത് തന്നെ ഹിറ്റ്ലർ അറിയപ്പെടുന്നത് തന്നെ ആധുനിക യുഗത്തിലെ ദമോസ്തനിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മൻകാർ വളരെ കാലം, അത് ജർമ്മനി ആയിരുന്നു ഹിറ്റ്ലർ. വളരെ കാലം അദ്ദേഹത്തിൻ്റെ വളരെ നിങ്ങളെനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് നമ്മളുടെ സുഭാഷ് ചന്ദ്രബോസ് എല്ലാം പറഞ്ഞ പോലെ അവിടെ വളരെയധികം അമിതമായിട്ടുള്ള ദേശീയതാ ബോധം, വിജൃംഭിതമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവിടുത്തെ ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വഴി ഈ ഹിറ്റ്ലർ അവിടുത്തെ മുഴുവൻ ആളുകളെയും ഹിപ്നോട്ടൈസ് ചെയ്തെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത്രത്തോളം തീവ്രമായിട്ട് ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന പ്രഭാഷണമാണ് ഈ പറഞ്ഞ ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോട്ടകൾ, അത് പ്രസംഗം എന്ന് പറയുന്നത് ഒരിടത്ത് നിന്ന് ഇങ്ങനെ കൈയും കൂപ്പി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൈ കെട്ടി നിന്നുകൊണ്ട് സംസാരിക്കുന്നതല്ല. പ്രസംഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ വരും, നമ്മുടെ കണ്ണുകളെ നോട്ടം വരും, ശബ്ദവും ചലനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശബ്ദവും അതുപോലെ നോട്ടവും ശരീരത്തിൻ്റെ ചേഷ്ടകളും ഒക്കെ പ്രഗത്ഭമായിട്ടുള്ള പരിശീലനം വഴി, ഇതൊക്കെ നല്ല പരിശീലനം കൊണ്ടാണ് അദ്ദേഹം നേടുന്നത്. അപ്പോൾ നല്ലൊരു പ്രാസംഗികന് നല്ലൊരു പരിശീലനം കൂടി ആവശ്യമുണ്ട്. പ്രതിഭ ഉണ്ടായാൽ മാത്രം പോരാ, ജന്മനാ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഈ പറയുന്ന പോലെ പരിശീലനം കൂടി ലഭിക്കണം. അപ്പോൾ ഇത്തരത്തിൽ പരിശീലനം വഴി ഏറ്റവും ഫലപ്രദമായിട്ട് പ്രയോഗിക്കാൻ ഹിറ്റ്ലറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് അതേ സമയത്ത് അതിൻ്റെ മറുവശത്ത്, ഇത് ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ്, അതിൻ്റെ മറുവശത്താരുണ്ട്? ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് ചർച്ചിലിൻ്റെ സ്വരം പൊങ്ങി. ചർച്ചിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് മഹാസൈനിക നേതാവായിട്ടുള്ള ഹാനിബളിൻ്റെ ഒരു വാക്കുകളുണ്ട്. ഹാനിബൾ പറയുന്നത് നിങ്ങൾക്ക് ചോരയും ക്ലേശവും കണ്ണീരും വിയർപ്പും മാത്രമേ എനിക്ക് തരാനുള്ളൂ എന്ന് മഹാസൈനിക നേതാവായിട്ടുള്ള ഹാനിബൾ ഉണ്ട്. ഇംഗ്ലണ്ടുകാരനാണ്, ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾക്ക് ചോരയും ക്ലേശവും കണ്ണീരും വിയർപ്പും മാത്രമേ എനിക്ക് തരുവാനുള്ളൂ. ആ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധകാലത്ത് ചർച്ചിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ യുദ്ധകാല പ്രസംഗം കുറേ ആൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് നമ്മളെ നയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇയാൾ നമുക്കിട്ട് പണി തരുമോ എന്നൊക്കെ അടുത്ത ജനങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ഇപ്പോൾ 2 യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് ഇസ്രയേലിൻ്റെ അകത്ത് തന്നെ ആ രാജ്യത്തിനെതിരെ ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ആ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെയുള്ള സംശയത്തിന് മൂലമാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗം അവിടുത്തെ ജനങ്ങളെ, അവരുടെ ഹൃദയത്തെ, ഈ സംശയാലുക്കളുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നു. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ചർച്ചിൽ എന്തായിരുന്നു, ചില ആൾക്കൊരു സംശയമുണ്ട്, ഈ യുദ്ധം നമ്മൾ ജയിക്കുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലേക്ക് ഇംഗ്ലണ്ടിൽ ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് സംശയങ്ങൾ ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആ സംശയാലുക്കളെ ഹൃദയത്തെ കാരിരുമ്പിന് തുല്യമായി കഠിനമാക്കി മാറ്റിയെന്നാണ് ഇവിടെ പറയുന്നുള്ളത്. അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ, അതായത് ഈ പറഞ്ഞ ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് അവിടുത്തെ സഭയിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആശയദീപ്തി കൊണ്ടും ഭാവനാ മഹിമ കൊണ്ടും വികാര തീവ്രത കൊണ്ടും എക്കാലത്തെയും മികച്ച പ്രഭാഷണങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇദ്ദേഹം പറഞ്ഞു, ഉത്തമനായ പ്രാസംഗികൻ ഉത്തമനായ മറ്റെല്ലാ കലാകാരന്മാർക്കുമൊപ്പം ഉണ്ടാകുന്നവനാണ്, ഉണ്ടാക്കപ്പെടുന്നവനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ഉത്തമനായിട്ടുള്ള പ്രാസംഗികൻ എന്ന് പറയുന്നത്, നല്ലൊരു പ്രാസംഗികൻ എന്ന് പറയുന്നത് ഉത്തമരായിട്ടുള്ള മറ്റെല്ലാ കലാകാരന്മാർക്കൊപ്പം ഉണ്ടാകുന്നവനാണ്. അവർ ജന്മനാ ഉണ്ടാകുന്നവനാണ്, ഉണ്ടാക്കപ്പെടുന്നവനല്ല, നമ്മൾ നിർമ്മിക്കുന്ന ഒന്നല്ല. ഒരു നല്ല പ്രാസംഗികൻ എന്ന് പറയുന്നത് നിർമ്മിക്കുന്ന ഒന്നല്ല, അത് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന പ്രതിഭയിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷെ ആരിൽ ഒരു കലാകാരനുള്ളതുപോലെ ആന്തരിക പ്രാസംഗികനെ വളർത്തിക്കൊണ്ടുപോയി ചില തത്വങ്ങൾ ദീക്ഷിച്ചാൽ കൊള്ളാം. അപ്പോൾ ഒരു നല്ല പ്രാസംഗികനാവാൻ വേണ്ടി ചില തത്വങ്ങൾ ദീക്ഷിക്കേണ്ടതുണ്ട് എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുക എന്താണ് ഇദ്ദേഹം പറയുന്ന തത്വങ്ങൾ നല്ലൊരു പ്രാസംഗികനാവാൻ വേണ്ടി. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന പ്രാചീന ഗ്രീസിലും റോമിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇന്ത്യയിലും അതുപോലെ ലോകമഹായുദ്ധത്തിൻ്റെ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട പ്രാസംഗികന്മാരെ കുറിച്ചാണ് ഇത്ര സമയം പറഞ്ഞത്. ഇനി ഉത്തമനായ ഒരു പ്രാസംഗികൻ എന്ന് പറയുന്നത് ഉത്തമനായ മറ്റ് കലാകാരന്മാർക്കുമൊപ്പം ഉണ്ടാകുന്നവനല്ല, ഉണ്ടാകുന്നവനാണ്, ഉണ്ടാക്കപ്പെടുന്നവനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള എല്ലാവരും പ്രാസംഗികന്മാരാവുന്നില്ലല്ലോ. എന്തുകൊണ്ട്? എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം, എല്ലാവർക്കും നാക്കുണ്ട്, എല്ലാവർക്കും ഭാഷയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും നല്ല പ്രാസംഗികന്മാരാവുന്നില്ല? അപ്പം കേൾക്കുന്ന ആളിലേക്ക് എത്താൻ പറ്റുന്ന ശബ്ദം ആവശ്യമുണ്ട്, ശരീരഘടന ആവശ്യമുണ്ട്, അതുപോലെ ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജ് ആവശ്യമുണ്ട്, അതേപോലെ വിഷയം,
വൈവിധ്യമാർന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ ആവശ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സമൂഹത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഉചിതമായ വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയും. ഈ പ്രത്യുൽപ്പന്ന മതിത്വം അതായത് വേണ്ടിടത്ത് വേണ്ട പോലെ വേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ആ ഒരു പ്രത്യുൽപ്പന്ന മതിത്വം ഉള്ളവരായിരിക്കും നല്ല പ്രാസംഗികൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രാസംഗികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരാൾ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ ആ പ്രസംഗത്തെ കടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യണം? പ്രാസംഗികൻ ആദ്യം എന്താണ്? സ്വയം വിഷയത്തിലേക്ക് കടക്കണം. തന്നെത്താനേ വിഷയത്തിലേക്ക് കടക്കണം. എന്താണ്? അതിനു മുമ്പ് വിഷയം പ്രാസംഗികൻ കടന്നിരിക്കുകയും വേണം. എന്താണ്? പ്രാസംഗികൻ ബോധപൂർവം വിഷയത്തിലേക്ക് കടക്കുകയല്ല വേണ്ടത്. തന്നെത്താനെ അറിയാതെ ആ വിഷയത്തിലേക്ക് പ്രാസംഗികൻ കടക്കണം. അതിനു മുമ്പ് വിഷയം എന്താവണം? പ്രാസംഗികൻ്റെ ഉള്ളിൽ കടക്കണം. വിഷയത്തെ കുറിച്ചിട്ട് അഗാധമായിട്ട് ആർക്ക് മനസ്സിലാവണം? പ്രാസംഗികന് മനസ്സിലാവണം. അതിനുശേഷം പ്രാസംഗികൻ അറിയാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കണം. അപ്പോൾ എന്താണ്? അപ്പോൾ പ്രസംഗത്തിൽ ഒരു പ്രസംഗം നന്നാവാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരമപ്രധാനമായ സംഗതി എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നത് താൻ സംസാരിക്കുന്ന വിഷയത്തെപ്പറ്റി പ്രാസംഗികനിൽ ഉണ്ടായിരിക്കേണ്ട ആത്മാർത്ഥവും ഹൃദയപൂർവ്വവും അഗാധവുമായ ബോധവും സ്നേഹവും എന്നാണ്. അപ്പോൾ താൻ പറയുന്നതിന് വേണ്ടി പ്രാണം പോലും ഒഴിഞ്ഞു വെക്കാനുള്ള ഒരു വൈകാരിക തീവ്രത, അതാണ്. അല്ലെങ്കിൽ ആ വൈകാരിക ധീരതയാണ് ദമോസ്തെനിസ്, വെബ്സ്റ്റർ, ഹിറ്റ്ലർ പോലുള്ളവരെ വളരെയധികം കേൾവിക്കാരിലാക്കാൻ പറ്റിയത്. അപ്പോൾ എന്താണ് വേണ്ടത്? ഏറ്റവും പരമപ്രധാനപ്പെട്ട സംഗതി താൻ സംസാരിക്കുന്നൊരു വിഷയം. അപ്പോൾ ഞാനിന്ന് കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തെക്കുറിച്ചിട്ട് ആത്മാർത്ഥമായിട്ടും ഹൃദയപൂർവ്വം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് വളരെ അഗാധമായ ബോധവും സ്നേഹവും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥതാജന്യമായിട്ടുള്ള ഈ ഒരു വൈകാരിക തീവ്രത, അതായത് നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമുക്ക് ധൈര്യത്തോടെ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്, നമുക്ക് നന്നായി സംസാരിക്കാൻ അറിയണമെന്നില്ല, നല്ല ധാരണ ഉണ്ട് ആ വിഷയത്തെക്കുറിച്ച്, പക്ഷെ നമുക്ക് ആ ഇതിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാസംഗികന് ഒരു ആത്മവിശ്വാസം ജനിക്കുന്നത് ഈ പറഞ്ഞ ആത്മാർത്ഥതാജന്യമായിട്ടുള്ള ഈ ഒരു വൈകാരിക ധീരതയിൽ നിന്നാണ്. തനിക്ക് പ്രസ്തുത വിഷയത്തെപ്പറ്റി ഉറച്ച ജ്ഞാനമുണ്ടെന്ന് സത്യസന്ധമായ ധാരണയുണ്ടെങ്കിൽ പ്രാസംഗികന് ഒരിക്കലും രംഗവീതി അലട്ടില്ല. രംഗവീതി. അപ്പോൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഉത്തമമായ ധാരണ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ 1000 പേര് വന്നാലും 10,000 പേര് വന്നാലും ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചിട്ട് എനിക്ക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടാവില്ല എന്നാണ് അഴീക്കോട് പറഞ്ഞ മറ്റൊരു കാര്യം. അപ്പം മറ്റൊന്ന് എന്താണ്? എനിക്ക് വിഷയബോധം, അതായത് സംസാരിക്കുന്നവന് അവനവന് വിഷയജ്ഞാനം ഉണ്ടായിരിക്കുകയും അതുണ്ടെന്ന ബോധം ഉണ്ടായിരിക്കുക, അല്ലാതെ മറുകണ്ഠം ചാടി മറ്റാർക്കും വിവരമില്ലെന്ന് കരുതി തുടങ്ങിയാൽ പ്രസംഗവിദ്യ പ്രാസംഗികന് ആരോഗ്യമായി ഭവിക്കാനിടയില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നു, അപ്പോൾ എനിക്ക് വിഷയത്തെക്കുറിച്ച് അറിയാം, പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കൊന്നും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല, അവർ വിഡ്ഢികളാണ് എന്നൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നൊരു ചിന്ത പ്രസംഗികൻ്റെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ്? ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം, അടുത്ത വരിയിൽ ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയാം. അല്ലാണ്ട് ഒരു വിഷയത്തിന്, അതായത് പണ്ട് ഒരാൾ പശുവിനെ കുറിച്ച് ഉപന്യാസം എഴുതാൻ പറഞ്ഞ സമയത്ത് അയാൾക്ക് പശുവിനെ കുറിച്ച് എഴുതാൻ അറിയില്ല. അയാൾ എന്ത് ചെയ്തു? പശുവിൻ്റെ കയറ് പിടിച്ച് തെങ്ങിന് കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് ഉപന്യാസം എഴുതി, പശുവിൽ നിന്ന് തെങ്ങിലേക്ക് പോയി. അതുപോലെ ആയിപ്പോവും. അങ്ങനെ ആവാൻ പാടില്ല. മറ്റൊന്നെന്താണ്? നമ്മൾ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ വിലമതിക്കണം. അവർ അറിവില്ലാത്തവരാണെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അത് പ്രാസംഗികന് ആരോഗ്യകരമായിട്ട് ഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മവിശ്വാസമുള്ള, അല്ലെങ്കിൽ വിഷയത്തിൽ ഉറച്ച ജ്ഞാനമുള്ള, വിഷയത്തോട് സത്യസന്ധത കാണിക്കുന്ന ഒരു പ്രാസംഗികൻ്റെ കാലം വന്നു ചേരാതിരിക്കില്ലെന്നും അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ അത് പോവുകയില്ലെന്നാണ് അഴീക്കോട് പറഞ്ഞ മറ്റൊരു കാര്യം. അപ്പോൾ പിന്നീട് എന്താണ്? മറ്റു ഗുണങ്ങൾ നോക്കാം. അപ്പോൾ പ്രാസംഗികന് എന്ത് വേണം? ഈ പറഞ്ഞ വിഷയത്തിലേക്ക് കടന്നിരിക്കാൻ പറ്റണം, വിഷയത്തെക്കുറിച്ച് ആത്മാർത്ഥ ജ്ഞാനം ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, അതുപോലെ മറ്റുള്ളവരെ വിലമതിക്കണം, കേൾവിക്കാരെ വിലമതിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇത് മാത്രം മതിയോ? പ്രാസംഗികന് പ്രസംഗിക്കുന്ന സബ്ജക്റ്റുമായിട്ടുള്ള നോളജ് മാത്രം പോരാ, പ്രസംഗ വിഷയത്തോട് ചില അറിവ് മാത്രം പ്രാസംഗികന് പോരാ. അതിനപ്പുറത്തേക്ക് വിഷയത്തെ പറ്റി നല്ല അറിവ് വേണം. വികാരം, വിജ്ഞാനം എന്നിവയുടെ കൂടെ നിൽക്കേണ്ടതാണ് വിവേകം വേണം. അതായത് എവിടെയാണ് സംസാരിക്കുന്നത്, ഏത് ജനക്കൂട്ടത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അതിനനുസരിച്ച് കൊണ്ട് വിവേകത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രാസംഗികന് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നല്ല ചിന്താശീലം ഉണ്ടായിരിക്കണം, നല്ല യുക്തികുശലത ഉണ്ടായിരിക്കണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ഗുണങ്ങളായിരിക്കും. നന്നായിട്ട് ചിന്തിക്കാൻ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ, രൂപങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നത് യുക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം
പ്രാസംഗികൻ എന്ന് പറയുന്നത്. അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാസംഗികൻ സംസാരിക്കുന്നതിന് മുമ്പ് എന്തിനെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നത്, എങ്ങനെയാണ് താൻ സംസാരിക്കാൻ പോകുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്നെക്കുറിച്ച് കൃത്യമായി ബോധ്യം വേണം. അത് ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ പ്രസംഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അധികം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അയാൾക്കൊന്നും അറിയില്ല. അയാൾ ഒരു ഫ്ലോയിൽ എന്തെല്ലോ പറയും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക്, അമേരിക്കയിൽ നിന്ന് ചന്ദ്രനിലേക്ക് അയാൾ പോയി തിരിച്ചിട്ട് വരും. പറയുന്നത് ചിലപ്പോൾ ഒരു റേഷൻ കടയിനെ കുറിച്ചായിരിക്കും പറയുന്നത്, പക്ഷേ അയാൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ചന്ദ്രനിലേക്ക് പോയി തിരിച്ചിട്ട് വരും. അപ്പോൾ ആ രീതിയിലേക്ക് ആക്കാൻ പാടില്ല. എന്താണ് പറയാൻ പോകുന്നത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവണം എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത്, അടുത്ത എന്തൊക്കെ പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഒരു പ്രാസംഗികനുണ്ടായിരിക്കണം. പക്ഷേ ഇത് എല്ലാ പ്രസംഗങ്ങൾക്കും ഇത് ബാധകമാണോ വെച്ചാൽ അല്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ പ്രസംഗങ്ങൾ, അങ്ങനെ ഈ പറയുന്ന ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ മിന്നൽ പായിച്ചുകൊണ്ട് വികാരപരകോടിയിലെത്തിക്കുന്ന പ്രസംഗങ്ങൾക്ക് ഇത് ബാധകമല്ല. എന്താണ്, ജനങ്ങളെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല. കാരണം എന്താണ്, അവർ ഈ പറഞ്ഞ ജനങ്ങളോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമാ സെലിബ്രിറ്റി മോഹൻലാൽ സംസാരിക്കുന്നുണ്ട്, അവർക്കൊന്നും ഇത് ബാധകമല്ല. ഇവർ വെറുതെ കാണാപാഠം പഠിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ആ സമയത്ത് ജനങ്ങളുടെ പൾപ്പ് അല്ലെങ്കിൽ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു തരം പ്രാസംഗിക ശൈലിയാണ്. പണ്ട് കുറച്ച് വർഷങ്ങൾക്കല്ല, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, എറണാകുളത്ത് ഇന്ദിരാഗാന്ധി വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കായിട്ടാണ് ഇന്ദിരാഗാന്ധി എത്തുമെന്ന് പറഞ്ഞത്. പക്ഷേ അന്നെന്താ ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി വൈകി. എത്ര മണിക്കൂർ വെച്ചാൽ 5 മണിക്കൂറിലധികം ഇന്ദിരാഗാന്ധി വൈകി. അപ്പോൾ 2 മണിക്ക് തന്നെ ഇന്ദിരാഗാന്ധിയെ കാണാണ്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 5 മണിക്കൂർ അവരെന്ത് ചെയ്യും? അങ്ങനെ ആ സമയത്ത് ഒരു ഖാദർ അങ്ങനത്തെ പേരുള്ള ഒരാൾ, ഒരു കോൺഗ്രസ്സുകാരനാണ്, ഇത് ഈ അടുത്ത കാലത്ത് മരിച്ചു. അപ്പോൾ അദ്ദേഹം അന്നൊരു പ്രസംഗം നടത്തി. 5 മണിക്കൂറാണ് പ്രസംഗിച്ചത്. 5 മണിക്കൂറാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഈ 5 മണിക്കൂർ എത്രത്തോളം അദ്ദേഹത്തിന് വിഷയത്തിൽ ആ ജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലേ? നമുക്കൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷയത്തിൽ എന്താണ് സാധനം കിട്ടൂല. ഇതിവിടെ എത്ര മണിക്കൂറാണ് സംസാരിക്കുന്നത്? കുറച്ച് മണിക്കൂറല്ല, 5 മണിക്കൂറാണ്. 5 മണിക്കൂർ ആളുകളെ ശ്രദ്ധ പിടിച്ചെത്തി സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ജനലക്ഷങ്ങളുടെ ഉള്ളിൽ വികാരം വരുത്തുന്ന രീതിയിലേക്കുള്ള പ്രസംഗങ്ങൾക്ക് ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരം ഗുണങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പ്രാസംഗികനുടെ ഗുണങ്ങൾ പറയുമ്പോൾ ഈ പ്രാസംഗിക ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രസംഗികൻ ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാചോടാവാധവ വാചാലതയാണ്. അതായത് പ്രത്യുൽപ്പന്ന മതിത്വമാണ് പ്രഭാഷകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് പറയേണ്ട കാര്യം, ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അതത് സമയത്ത് തന്നെ തോന്നണം. അത് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല. അവനവന് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുന്നത്. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ള ആളാണ് പ്രത്യുൽപ്പന്ന മതി എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വർജിക്കേണ്ട കാര്യം വാചോടാവാണ്, അഥവാ വാചാലതയാണ്. അതായത് പ്രാസംഗികൻ എന്ന് പറയുന്നത് അമിതമായി സംസാരിക്കുന്ന ആളാവാൻ പറ്റുന്നത് അല്ലേ. പ്രധാനപ്പെട്ട കണ്ടന്റ് പറയേണ്ടടുത്ത് ഒരുപാട് നീട്ടി വലിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രാസംഗികനെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന വാചോടാവോ അഥവാ വാചാലത പ്രസംഗിന് ആവശ്യമില്ലാത്ത ഗുണമാണ്. ആവശ്യമുള്ള ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രത്യുൽപ്പന്ന മതിത്വമാണ്. അപ്പോൾ ഇത് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന പ്രത്യുൽപ്പന്ന മതിത്വം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു പ്രതിഭ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ലോയിഡ് ജോർജ്, ചർച്ചിൽ എന്നിവർ ഉള്ളേക്ക് ഉപ്പേരി എന്ന കണക്കിന് പ്രസംഗവേദിയിൽ ബഹളക്കാർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രസംഗത്തിൻ്റെ വിജയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ പ്രാസംഗികൻ്റെ സ്വരമാണ്. അപ്പോൾ പ്രാസംഗികൻ്റെ സ്വരം എന്ന് പറയുന്നത് പ്രസംഗത്തെ വിജയിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സുകുമാർ അഴീക്കോട് പറയുന്നത്, അധികം നേർത്തതോ കനത്തതോ അല്ലാത്ത ഗൗരവമുള്ള പുരുഷ ശബ്ദമാണ് ഒരു പ്രസംഗത്തിന് ഏറ്റവും പറ്റിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വികാരവും അറിവും പിന്നെ ഇതുപോലെ വികാരവും വിജ്ഞാനവും വിചാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, ശ്രവിക്കാൻ വളരെ സുന്ദരമായ ശബ്ദത്തോടെ ഉചിതമായിട്ടുള്ള ശരീര ചലനങ്ങളോട് കൂടിയിട്ട് ഒരു കലർത്തിയൊരു മഹത്തായ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ആത്മധൈര്യത്തോടു കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്കൃഷ്ട ഏറ്റവും മികച്ച ഒരു പ്രസംഗമായിരിക്കും അതുണ്ടാവുന്നതെന്ന് പറയുന്നത്. മറ്റൊന്ന്, ഒരു പ്രസംഗം അവസാനിച്ചു. ആ പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സിസോറോവിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പ്രസംഗം നന്നായി അഭിനന്ദിച്ചിരുന്നു. എന്നാൽ ദമോസ്തനീസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്താവും? പ്രസംഗത്തെയും ആ പ്രസംഗിച്ച ദമോസ്തനീസിനെയും മറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തിടുക്കം കൂട്ടും. അപ്പോൾ ഇത്തരത്തിൽ
ആളുകൾ പ്രാസംഗികനെയോ പ്രസംഗത്തെയോ അഭിനന്ദിക്കുകയല്ല വേണ്ടത്, ഈ പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആശയത്തെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് നല്ല അത് പ്രസംഗമായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ അതാണ് ശരിക്കും ആവശ്യമുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലായി കഴിഞ്ഞാലും നവോത്ഥാന കാലഘട്ടത്തിലായി കഴിഞ്ഞാലും ഒരുപാട് പ്രാസംഗികന്മാർ ഉയർന്നു വന്നിട്ട് കാണാൻ പറ്റും. അല്ല, ഇന്ത്യയുടെ നവോത്ഥാന ദശ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന ദശ എടുത്തു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളും അയ്യാ വൈകുണ്ഠ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും കെ കേളപ്പനും AKG അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നവോത്ഥാന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് മികച്ച പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഘട്ടത്തിൽ അതേപോലെ തന്നെ മികച്ച പ്രാസംഗികന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ജനാധിപത്യം വരുന്ന സമയത്തും അവിടെ മികച്ച പ്രാസംഗികന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്താണ് ഇന്നത്തെ പ്രാസംഗികന്മാരങ്ങനെ ഒരു അറിവുണ്ടാവില്ല, ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല, ഒരു തരം സത്യസന്ധത ഉണ്ടാവില്ല, വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം പോലും പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് അവരെന്ത് ഒരു കൊടിമരത്തിൻ്റെ കീഴിൽ ആർത്തുല്ലസിച്ച് വിളിക്കും. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രാസംഗികന്മാർക്ക് ഒരു മറുപടി എന്ന വണ്ണത്തിൽ പള്ളത്ത് രാമൻ എഴുതിയൊരു കവിത ഉണ്ട്. എന്താണ്? സ്നേഹോജ്വലം പുഷ്കല കണ്ഠനാടം വിശ്രാന്തി കൊള്ളുന്ന കുടീരമെനി ഉച്ചൈസ്ഥരം വാഗ്മിത യാൽ ഉയർത്തും യുഗേ യുഗേ ഹാ യുവ ലോകചിത്തം എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു പ്രാസംഗികനുണ്ടായിരുന്ന ഗുണങ്ങൾ ഈ വിവിധ ദേശങ്ങളിൽ വിവിധ കാലഘട്ടത്തിലായ പ്രാസംഗികന്മാരെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നുള്ളത്. രണ്ടാമത് നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭാരതത്തിൻ്റെ സർഗാത്മക ഭാവന എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പ് നിങ്ങൾക്കറിയാം, മലയാളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള കവിയായിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനുമായിരുന്നു. അദ്ദേഹത്തിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ ഒരു പാഠഭാഗം സംബന്ധിക്കുന്നത് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സമയത്ത് ആ ഒരു പുരസ്കാരം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഈ ഒരു ലേഖനമായിട്ട് വന്നിട്ടുള്ളത്. എന്താണ്? ഭാരതത്തിൻ്റെ സർഗാത്മക ഭാവന എന്ന് പറയുന്ന ലേഖനം. അദ്ദേഹം ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിലുള്ള പ്രാധാന്യത്തെ മനസ്സിലാക്കി അതിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ചില കൃതിയുണ്ട്. അദ്ദേഹമാണ് മിസ്റ്റിസിസം, സിംബലിസം മുതലായ കാര്യങ്ങൾ. നിങ്ങൾ സൂര്യകാന്തി മുതലായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്താണ് മിസ്റ്റിസിസം, സിംബലിസം മുതലായിട്ടുള്ള ഭാവഗീതങ്ങളുടെ സവിശേഷതകളൊക്കെ കാണുന്നുള്ളത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിനാണ് ഓടക്കുഴൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഓടക്കുഴൽ അവാർഡൊക്കെ ഏർപ്പാടാക്കിയത് ഇദ്ദേഹമാണ്. ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പാടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്ന ആത്മകഥ ഇദ്ദേഹത്തിനാണ്. ഓർമ്മയുടെ തീരങ്ങൾ എന്നൊരു ആത്മകഥ കൂടിയുണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ള തകഴി എന്നൊരു ആളുണ്ട്. തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത്. സൂര്യകാന്തി, നിമിഷം, ഓടക്കുഴൽ, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, 3 അരുവിയും ഒരു പുഴയും, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നോക്കാം. എന്താണ്? ഏകഭാരത സങ്കല്പത്തിന് ജീവനും രൂപവും കർമ്മ ചൈതന്യവും നൽകിയതെന്ന് ആരെയാണ് ജി ശങ്കരക്കുറുപ്പ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അത് മഹാഭാരതം രചിച്ച വ്യാസനാണ് കേട്ടോ. എന്താണ്? വ്യാസനാണ്. മഹാഭാരതം രചിച്ച വ്യാസനാണ് എന്തായത് ഏകഭാരത സങ്കല്പത്തിന് ജീവവും രൂപവും കർമ്മ ചൈതന്യവും നൽകിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിനുള്ള അനാദൃശ്യമായിട്ടുള്ള പ്രതിഷ്ഠയാണ്, അല്ലെങ്കിൽ അനാദൃശ്യമായ ഒരു പങ്ക്, അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ ജ്ഞാനപീഠം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യ കൃതിക്ക് നൽകുന്ന അവാർഡാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമുള്ള, അതായത് ബഹുഭാഷകൾ സംസാരിക്കുന്ന, ബഹുസംസ്കാരങ്ങൾ നിലനിൽക്കുന്ന, ബഹുജാതികൾ, ബഹുമതങ്ങൾ, ബഹുരൂപങ്ങൾ നിലനിൽക്കുന്ന, എന്നാൽ നാനാത്വത്തിൽ ഏകത്വം പുലർത്തുന്ന ഒരു ദേശമാണ്. അപ്പോൾ ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു പുരസ്കാരത്തിന് പിറകിലുള്ള ആദർശവും സങ്കല്പവും വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. എന്താണ്? വലിയൊരു ഭൂപ്രകൃതി, ആ ഒരു ഭൂപ്രകൃതിയെ, അല്ലെങ്കിൽ ആ ഭൂമിശാസ്ത്രത്തെ, ചരിത്രത്തെ, ജീവിത വീക്ഷണത്തെ, ജനതയെ, അതുപോലെ ഐതിഹ്യത്തെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വലിയൊരു ഒന്നിൻ്റെ എല്ലാവരും കൂടി ആ വലിയൊരു ദേശത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ എന്താണ് ആദരവാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ് അദ്ദേഹം കരുതുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട്
ഈ പറയുന്ന ജനതയൊക്കെ സമഗ്രമായിട്ട് ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ മഹാഭാരതം അല്ലെങ്കിൽ ഏകഭാരതം എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയത് വ്യാസൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കാളിദാസനും പിന്നെ അതേപോലെ തന്നെ കാളിദാസൻ എന്ന് പറഞ്ഞാൽ സംസ്കൃത സാഹിത്യത്തിലെ പ്രാചീനമായിട്ടുള്ള കവിയായിരുന്നു. അതുപോലെ ഇത് നിങ്ങൾക്ക് വാൽമീകിയെ അറിയാം. അപ്പോൾ വാൽമീകിയൊക്കെ എന്താണ് അതിനെ ആ കാലഘട്ടത്തിൽ അതിനെ പിന്തുണച്ച ആളുകളായിരുന്നു, അല്ലെങ്കിൽ ഏകഭാരത സങ്കല്പത്തിന് വേണ്ടി പിന്തുണച്ച ആളുകളായിരുന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ പറയുന്ന കാളിദാസനും അല്ലെങ്കിൽ വ്യാസനും അതേപോലെ തന്നെ വാൽമീകിയൊക്കെ വന്ന ഒരു പാതയെ പിന്തുടരുന്ന പിന്നീട് ആരാണ് ആ പാരമ്പര്യത്തിൻ്റെ ഏക പ്രതിനിധിയായിട്ടുണ്ടായത്? ഗുരുദേവ് ടാഗോറാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞു ഗുരുദേവ് ടാഗോർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹൃദയത്തെ വിക്ഷോഭിപ്പിക്കുന്നത് അല്ലെങ്കിൽ വികാരം കൊണ്ട് ഉത്തേജിപ്പിക്കുന്നത്, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഭാവനാമയമായിട്ട് അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാനും ഉദ്ഗ്രഥിക്കാനും സജ്ജമാക്കുന്നത്, ആസന്നമായിട്ടുള്ള ദേശ കാല സ്ഥിതി വിശേഷങ്ങളാണ്, സ്വജനത ശ്വസിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ചലനങ്ങളാണ് ഒരു സമുദ്ഗ്രഥനം സാധ്യമാക്കുന്നതെന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ പുതിയ ഭാരതം എന്ന് പറയുന്നത് ജാതിയുടെ സമുദ്ഗ്രഥനവും അഥവാ ശൈഥില്യ നിരാകരണം, ഭാരതത്തിൻ്റെ ഹൃദയത്തിന് സവിശേഷമായിട്ടുള്ള ഒരു താളലയവും ഭാരതീയമായ ഭാഷാ സാഹിത്യങ്ങളുടെ ശിലാദൃഢമായ അസ്ഥിവാരം ചേർന്നുണ്ടാക്കുന്ന ഒരു സമാധാനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ഒരു ഭാരതീയ ബോധവും അതിൻ്റെ നാദവും പ്രാദേശികമായ അഹങ്കാരങ്ങളുടെയും ഭാഷാപരമായിട്ടുള്ള അഭിമാനങ്ങൾ, ഇപ്പോൾ തമിഴൻ പറഞ്ഞ എൻ്റെതാണ് ഏറ്റവും മികച്ചത്, മലയാളി പറഞ്ഞ എൻ്റെതാണ് ഏറ്റവും മികച്ചത്, ഹിന്ദിക്കാരൻ പറഞ്ഞ എൻ്റെതാണ് മികച്ചത് എന്ന് പറയുന്ന ഭാഷാഭിമാനത്തിൻ്റെയും അതുപോലെ പ്രാദേശികമായ അഹങ്കാരത്തിൻ്റെയും അലകൾക്കിടയിൽ ആണ്ടുകിടക്കുകയാണ് ഈ ഭാരതീയമായിട്ടുള്ള ഈ ഒരു ബോധം എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ ഒരു ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ ആത്മചൈതന്യം ഭാരതത്തിൻ്റെ ഭാഷകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരുടെ കൃതികളിൽ എങ്ങനെ മുഴങ്ങിയിരിക്കുന്നു, അവയിൽ തന്നെ ഏതിലാണ് താരതമ്യേന അധികം കലാസൗഭഗത്തോടെ മുഴങ്ങിയിരിക്കുന്നത് എന്ന അന്വേഷണമാണ് ആധുനിക ഭാരതീയ സാഹിത്യത്തിൻ്റെ ഏകദേശ രൂപരേഖ ഉണ്ടാക്കുന്ന ഒരു സമാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ വിവിധ ഭാരതീയ ഭാഷകളിൽ ഉണ്ടാവുന്ന സാഹിത്യകാരന്മാരുടെ കൃതികൾ പരിശോധിക്കുന്ന സമയത്ത് അതിലേതിലാണ് ഈ പറയുന്ന കാര്യം, അതായത് ഈ പറഞ്ഞ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ച്, ഇത് ഐക്യത്തെക്കുറിച്ച് ഏതിലാണ് ഏറ്റവും കൃത്യമായിട്ട് കുറച്ചും കൂടി മുഴച്ച് വെച്ചുകൊണ്ട് പറയുന്നത് എന്നാണ് ഇദ്ദേഹം നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓടക്കുഴൽ എന്ന് പറയുന്നത് ഭാരതീയ സാഹിത്യത്തിൻ്റെ നിഗമനത്തിനുള്ള പ്രഥമ ശ്രമത്തിൽ തന്നെ ആദ്യം കണ്ടെത്തി വരിക. ഓടക്കുഴൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതി പറയുന്ന ഭാരതീയ സാഹിത്യത്തിൻ്റെ, അതായത് ഈ ഭാരതീയ സാഹിത്യത്തിന് നേരത്തെ പറഞ്ഞ രൂപനിഗമനത്തിനുള്ള പ്രഥമ ശ്രമത്തിൽ തന്നെ ആദ്യം കണ്ടെത്തിയവരിൽ അധികം ഔന്നത്യം തോന്നുന്ന ഒരു കൃതിയാണെന്നതിൽ അദ്ദേഹത്തിന് അഭിമാനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാരതത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിവിധ മുഖങ്ങളാവുന്നു നമ്മുടെ ഭാഷകളെല്ലാം എന്നും, അല്ലെ, ഭാരതത്തിലുള്ള എല്ലാ ഭാഷകളും ഭാരതമെന്ന ഒരു ഏക സംസ്കാരത്തിൻ്റെ വിവിധ മുഖങ്ങളാവുന്നുവെന്നും അതിലുണ്ടാകുന്ന കൃതികൾ ആ മുഖങ്ങളുടെ പലതരം ഭാവങ്ങളാവുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ആത്മാവിഷ്കാരത്തിന് വ്യത്യസ്തവും വൈചിത്ര്യവും ഭാവസമഗ്രതയും നൽകുന്ന ഉപാധികൾ എന്ന നിലയിൽ വീക്ഷിക്കുന്നവർക്കാണ് ഭാഷാ വൈവിധ്യം അനുഗ്രഹമായിട്ട് തീരുന്നത്. അപ്പോൾ ഒരു ഭാഷയ്ക്ക് പൂർണ്ണമായി അനുഭവ മണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് ആംഗല കവിയുടെ വാക്യങ്ങളാണ് ആ ഒരു ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത്. അതായത് ഒരു ഭാഷയ്ക്ക് പൂർണ്ണമായിട്ട് അനുഭവ മണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അവിടെ മറ്റ് ഭാഷകളും ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഭിന്നമായിട്ടുള്ള ഭാഷാനാദങ്ങൾ ഇന്ത്യയുടെ വിശാലവും അഗാധവുമായിട്ടുള്ള ഹൃദയത്തിൽ ഭാവങ്ങൾക്ക് സമഗ്രപ്രകാശനം നൽകാൻ ഉതകുന്നു എന്നാണ് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതായത് ആനയുടെ വലിപ്പം അറിയുമ്പോൾ മാത്രമേ തലയുയർത്തി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാവണം, നമ്മൾ വലിയൊരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നുള്ളൊരു ബോധം, ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നാണ് അഴീക്കോട് ഈ പറയുന്ന ജി ശങ്കരക്കുറുപ്പ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നീട് ഭാരതീയ സാഹിത്യ പാരമ്പര്യം എന്ന് പറയുന്നത് ഉണങ്ങിപ്പോവേണ്ട സങ്കേതങ്ങളായിട്ടോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകേണ്ട സിദ്ധാന്തങ്ങളായിട്ടോ ഉള്ളിൽ കണ്ടുകൊണ്ടല്ല, മറിച്ചിട്ട് എന്താണ് ഈ പറയുന്ന നമുക്ക് ഈ ഭാരതീയമായിട്ട് വലിയൊരു സാഹിത്യ പാരമ്പര്യമുണ്ട്, വലിയൊരു കാവ്യ ശാസ്ത്ര പാരമ്പര്യമുണ്ട്. ഈ പറഞ്ഞ ഭാമഹനും ഭട്ടലൊല്ലടനും ഭരതമുനിയും വിശ്വനാഥനും ദണ്ഡിയും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ മുൻനിർത്തിയ ഒരു സാഹിത്യപരം, അല്ലെങ്കിൽ കാളിദാസനും വ്യാസനും ഒരുപാട് എഴുത്തുകാരുണ്ട്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഒരു സാഹിത്യ പാരമ്പര്യം
അത് ഉണങ്ങിപ്പോകേണ്ട ഒരു സങ്കേതമല്ല, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകേണ്ട സിദ്ധാന്തങ്ങളോ അല്ല. മറിച്ച് എന്താണ്, സാഹിത്യ ചരിത്രങ്ങളുടെ വളർച്ചയ്ക്കും ഭാവനകളുടെ നവോത്ഥാനത്തിന്, പുനരുജ്ജീവനത്തിന്, നൂതന വികാസനത്തിന്, പുതിയ അന്തരീക്ഷത്തിൽ വെളിച്ചത്തിൽ ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാൻ അന്തർലീന ചൈതന്യമുണ്ട്. അതാണ് സജീവമായിട്ടുള്ള സർഗാത്മക പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട്, ഈ പറയുന്ന പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് എഴുത്തുകാർ മുന്നോട്ട് വരണം എന്നാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. മനുഷ്യന് പ്രകൃതിയോടും മനുഷ്യന് പ്രകൃതിയുടെ അതീതമായ ശക്തിയോടും മനുഷ്യനോട് തന്നെയുള്ള ബന്ധത്തിൻ്റെ ബോധധാരയാണ് ഏതൊരു ജനതയുടെയും സാഹിത്യത്തിന് മുഖ്യമായിട്ടുള്ള ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. മനുഷ്യനോട് എന്ത് വേണം, ബന്ധം വേണം, അല്ലെങ്കിൽ മനുഷ്യന് പ്രകൃതിയോട് ബന്ധം വേണം, മനുഷ്യർ ഈ പ്രകൃതിയെയും മറികടന്നുകൊണ്ടുള്ള ശക്തിയോട് ബന്ധമാണ്, എങ്കിൽ മാത്രമാണ് സാഹിത്യം ജനിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ഈ പറഞ്ഞ നെഹ്റു പിന്നെ 1956 ഉദ്ഘാടനം ചെയ്തൊരു കവി സമ്മേളനത്തിൽ തൻ്റെ കവിത പിന്നെ വിവർത്തനം ചെയ്ത ദിൻകർജിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഓടക്കുഴൽ എന്ന കവിത, പിന്നെ ഓടക്കുഴൽ എന്ന കവിതയിൽ നിന്ന് അദ്ദേഹം ഈ പറഞ്ഞ മറ്റൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ നീ എങ്ങ് പോയി, തൃച്ചംബരത്ത് ഭജിക്കാൻ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കവിത വളരെ ചെറിയ നാടൻ പാട്ടിൽ ചുവന്ന നിറത്തിലുള്ള ഒരു പൂവിനെ തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കാഷായ വസ്ത്രധാരിയാക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ വിചാരത്തെയും മറികടന്നുകൊണ്ടുള്ള വേഗത്തിൽ ഒരു അസങ്കീർണമായിട്ടുള്ള, ഒട്ടും സങ്കീർണമല്ലാത്ത ഒരു അനുഭവത്തെ നൂതനവും അർത്ഥവും ബന്ധവും രൂപമുള്ള ബോധമാക്കി ഉദ്ഗ്രഥിച്ച് സർഗാത്മകഭാവനയാണ്. അല്ലേ, നമ്മൾ ചിന്തിച്ചു നോക്ക്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ നീ എങ്ങ് പോയി, തൃച്ചംബരത്ത് ഭജിക്കാൻ പോയി. അതായത് ചില സമയത്ത് പൂവെന്ന് പറയുന്നത് സീസണിലാകുമ്പോൾ പൂവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പൂവുണ്ടായി, അപ്പോൾ കുറേ നാളിന് ശേഷമാണ് അവിടെ പൂവുണ്ടാകുന്നത്. അപ്പോൾ കവി ചോദിക്കുകയാണ്, എന്താണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ, നിറം ചുവപ്പാണ്. അപ്പോൾ അല്ലേ, സന്യാസിമാർ ചുവന്ന വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നീ എവിടെയാണ് പോയത്? തൃച്ചംബരത്ത് ഭജിക്കാൻ പോയി. ഇതിനകത്ത് എന്തെങ്കിലും സങ്കീർണമായ അനുഭവങ്ങളുണ്ടോ? അർത്ഥമില്ല, നൂതനമായ പുതിയൊരു അർത്ഥവുമില്ലേ, അല്ലെ, ബന്ധവുമില്ലേ, എല്ലാം ഉണ്ട്. അപ്പോൾ പുതിയ അർത്ഥവും നൂതനമായ അർത്ഥവും ബന്ധവും രൂപമുള്ള ഒരു ബോധമാക്കിയിട്ടുണ്ട് സർഗാത്മക ഭാവനയാണ്. അപ്പോൾ ഈ ഒരു ബോധ ചൈതന്യം, ഈ പറയുന്ന പൂവിനെ കാണുമ്പോൾ ഇത്തരത്തിലൊരു ബോധ ചൈതന്യം, അതുണ്ടാക്കിയൊരു ചന്തോമയമായ ഭാഷ, വൈദ്യുത പ്രവാഹിയുടെ ഒരു സജീവശാലിക തന്നെയാണ്. അല്ല, ഈ ഒരു നാടൻപാട്ട് ഋതം നോക്കിക്കഴിഞ്ഞാൽ അത് കവിയുടെ ഹൃദയം തന്നെയാണ് ഈ ഋതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ പുതിയൊരു ഭാവസത്യം സാക്ഷാത്കരിക്കാനുള്ള ഒരു പ്രൊജക്ഷനാണ് എന്തെന്ന് ഈ പറയുന്ന കവിത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ, അത് പഴയത് നിന്നുകൊണ്ട് പുതിയൊരു അനുഭവത്തെ കൊണ്ടുവരാൻ വേണ്ടി ആർക്ക് സാധിക്കണം? ഈ പറയുന്ന കവികൾക്ക് സാധിക്കണം എന്നാണ്, പിന്നെ പുതിയ കാലത്തെ എഴുത്തുകാർക്ക് സാധിക്കണം എന്നാണ് പിന്നെ ഇദ്ദേഹം പറയുന്നത്, ജി ശങ്കരക്കുറുപ്പ് പറയുന്നത് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം പറയുന്നത് സർഗാത്മക ഭാവനയുടെ മുഖ്യധർമ്മമായിട്ട് പറയുന്നത് സത്യത്തെ സാക്ഷാത്കരിക്കുക, സത്യത്തെ ആവിഷ്കരിക്കുക, അനശ്വരത്വ വാദനമാണ് സർഗാത്മക ഭാവനയുടെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. അത് സത്യത്തെ സാക്ഷാത്കരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അത് ഈ ഒരു കവിതയെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഗീതത്തിൻ്റെ അജ്ഞാതനാമാവായിട്ടുള്ള കവിയാണ് തൻ്റെ ഗുരു എന്നാണ്. അതായത് ഈ പറയുന്ന ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാൾ നീ എങ്ങ് പോയി, തൃച്ചംബരത്ത് ഭജിക്കാൻ പോയി എന്ന രീതിയിലേക്ക് വളരെ ലളിതമായൊരു പൂവിനെ മുൻനിർത്തിക്കൊണ്ട് നവീനമായ ഒരു കവിത രചിച്ച ഈ കവിത രചിച്ച ഒരു അജ്ഞാതനാമാവായിട്ടുള്ള ഒരു കവിയാണ് തൻ്റെ ഗുരു എന്നാണ് ശങ്കരക്കുറുപ്പ് പറയുന്നത്. അല്ലെ, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജാഗരൂകരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, രൂപങ്ങൾ, നാദം, രസം, ഗന്ധസ്പർശം, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും ജാഗരൂകരായിട്ട് കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. എല്ലാ സമയത്തും പുതിയ ഒന്നിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജാഗരൂകരായിട്ട് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗ്യപ്രപഞ്ചം, അത് അത്ഭുത ജിജ്ഞാസകൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇന്ദ്രിയങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ദ്രിയങ്ങൾ വഴി നമ്മളൊരു ഭാഗ്യമായിട്ടുള്ളൊരു പ്രപഞ്ചത്തെ പരിചയപ്പെടുന്നുണ്ട് അല്ലെ. കണ്ണുകൊണ്ട് കാണുന്നു അല്ലെ, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു, തൊലി കൊണ്ട് സ്പർശിക്കുന്നു. അപ്പോൾ ഇത്തരം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭാഗ്യപ്രപഞ്ചം നമ്മളിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭാവന, വികാരം, വിചാരം, ഈ ഒരു മാനസ വ്യാപാരങ്ങളിലൂടെ ആത്മാവിനെ പ്രതിബിംബിക്കുന്ന പ്രാകൃതിക പ്രതിഭാസങ്ങളെ, അനുഭവ മണ്ഡലങ്ങളെ ഉദ്ഗ്രഥിക്കാനും പ്രകാശിപ്പിക്കാനും അത്ഭുതാത്മക ചേതന ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പുതിയ പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും ആസ്വദിക്കാനും നമുക്ക് കൗതുകം തരുന്നുണ്ട് ഈ പറയുന്ന അത്ഭുതാത്മക ചിത്തവൃത്തി.
അപ്പോൾ ഈ ഒരു വിജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഈ ഒരു അത്ഭുതം പറ്റുകയില്ല പുതിയ ശക്തിയോടെ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അത്ഭുതം, ഈ പ്രകൃതിയോടുള്ള നമ്മുടെ സംസ്കാരത്തോടുള്ള ഈ ഒരു അത്ഭുതം പറ്റുകയില്ല, മറിച്ച് പുതിയ ശക്തിയോടെ പുഷ്ടി പ്രാപിക്കുക എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അർണോൾഡ് ബാനറ്റ് പിന്നെ കലയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കത് ഉദ്ദേശിക്കുന്നത് ഷീസ് എ വണ്ടർ എന്ന വാക്ക്. അപ്പോൾ ഇതൊരു എല്ലാ ശാസ്ത്രജ്ഞനും സത്യമാണ്. എന്താണ് എന്നും ആ അത്ഭുതം സാംക്രമികവും അതേസമയം പിന്നെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് വികാരഭാവങ്ങളുടെ ചക്രവാളത്തെ വിപുലമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി കാണാൻ പറ്റും. അപ്പോൾ പുതിയ കാല കവികൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ കവികൾ ചെയ്യേണ്ടത് മനുഷ്യനിലുള്ള ഈശ്വരനെ, പുരുഷോത്തമനെ, അന്ധകരണത്തെ, പുതിയ ഹ്യൂമനിസത്തിൻ്റെ അതായത് മാനവികതയുടെ ലയതളങ്ങളിൽ വിളർച്ചുണർത്തുകയാണ് ഇന്നത്തെ കവികൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇതൊരു ചോദ്യമായി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്താണ് അതും ചോദിച്ചത്, പുതുകവിയുടെ കർത്തവ്യത്തെക്കുറിച്ച് ജി ശങ്കരക്കുറുപ്പിൻ്റെ അഭിപ്രായം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കവിയുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഒരു സംസ്കാരത്തെ പറ്റിക്കൊണ്ട് സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഒരു ഭൂതകാലത്തിൻ്റെ മുഴക്കത്തെ അല്ലെങ്കിൽ മാധുര്യത്തെ വിളിച്ചുണർത്തുകയാണ് പുതിയ കാല കവികൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യനിലുള്ള ഈശ്വരനെ, മനുഷ്യൻ്റെ അകത്താണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്, ആ മനുഷ്യനിലുള്ള ഈശ്വരനെ, ആ ഒരു പുരുഷോത്തമനെ, ആ ഒരു അന്ധകരണത്തെ പുതിയ ഹ്യൂമനിസത്തിൻ്റെ ലയതാളങ്ങളിൽ വിളിച്ചുണർത്തുകയാണ് ഇന്നത്തെ കവി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇന്നത്തെ കവി അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലേ നമുക്ക് പ്രാകൃതിക ശക്തികളെ ആസുരമെന്ന് തോന്നുന്ന ഒരു പ്രാകൃതിക ശക്തികളെ സർഗാത്മകമായ ജീവിതത്തിൻ്റെ മദനത്തിൽ നമുക്ക് പങ്കാളികളാക്കിയേ തീരും. എന്താണ് പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ പൂജ്യന്മാരായിട്ടുള്ള പൂർവ്വ കവികൾക്ക് നമോഭാഗം പറഞ്ഞുകൊണ്ട് ഭാവി കവികൾക്ക് അനാഭായി അത് നാശമില്ലാത്ത ആത്മകലയായിട്ടുള്ള സർഗാത്മക വാക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ച് കവി പ്രസംഗം അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ പറഞ്ഞ പൂർവ്വ കവികൾക്ക് നമസ്കാരം പറഞ്ഞിട്ട് വരുന്ന കവികൾക്ക് നാശമില്ലാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട്, ഭാരതീയമായ പാരമ്പര്യം, എല്ലാവരും ഇണക്കുന്ന ഒരു പാരമ്പര്യം, ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. അല്ല, നമ്മുടെ സാഹിത്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലുള്ള സാഹിത്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാരതത്തിലെ സാഹിത്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇതിഹാസങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ, ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം കൃതികൾ ഉണ്ടായിട്ട് കാണാൻ പറ്റും. അല്ലെ, മലയാളത്തിൽ ഏകദേശം ഒരു 1900 വരെയുള്ള കൃതികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 90% കൃതികളും ഈ പറയുന്ന ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും മുൻനിർത്തിയുള്ളത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ പുതിയ കാല കവികൾ ഈ പറയുന്ന മനുഷ്യനുള്ള ഈശ്വരനെ, ഈ പറയുന്ന നമ്മുടെ സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട്, ഈശ്വരനെ കണ്ടുകൊണ്ട് ഈ ഒരു സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് കവിത രചിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഈ പറയുന്ന മലയാളം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രാദേശിക ഭാഷ ദേശീയ തലത്തിലേക്ക് ഉയരുന്നതിൻ്റെ അഭിമാനത ബോധത്തെക്കുറിച്ചിട്ടും ദേശീയ ബോധം പുഷ്ടിപ്പെടുന്നതിനെ കുറിച്ചിട്ടും ഭൂതകാലത്തിൻ്റെ മുഴക്കത്തോടെ ഭാവിയുടെ മന്ത്രമധുരമായ താളത്തിൽ പ്രപഞ്ചാത്മാവിനെ വിളിച്ചുണർത്തുന്ന സർഗാത്മക ഭാവനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാനവികതാ ബോധത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പോൾ ഈ മാനവികതാ ബോധത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ കവി വിശ്വപൗരനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാര പ്രസംഗത്തിൽ സമകാലിക പ്രസക്തി, അതായത് മാനവികതാ ബോധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാരതം, ഈ പറഞ്ഞേ നമ്മൾ ഭാരതം വിവിധ ഭാഷകളിലും ഒക്കെ വിഭജിക്കപ്പെട്ടിട്ടാണുള്ളത് അല്ലേ. ദേശം എന്ന് പറയുന്നത് ഓരോ ദേശവും പലതരം ഭാഷകളാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. വർത്തമാനകാലത്ത് ഈ പറയുന്ന മാനവികതാ ബോധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. പലതരത്തിലുള്ള മനുഷ്യന്മാർ ജാതീയപരമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷാപരമായിട്ടും ദേശപരമായിട്ടും വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മാനവികതാ ബോധത്തിന് പ്രാധാന്യമുണ്ട്. ഈ ഒരു മാനവികതാ ബോധത്തിന് മുൻനിർത്തുകൊണ്ടാണ് കവികൾ മുമ്പിലോട്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ മനുഷ്യന്മാരെ ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ മനുഷ്യന്മാരെ വിഘടിപ്പിക്കുകയല്ല കവികൾ ചെയ്യേണ്ടത്. കവികൾ എന്താണ്, എഴുത്തുകാർ മനുഷ്യന്മാരെ തൻ്റെ സർഗാത്മക ഭാവന ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ദേശത്തെ കൂട്ടിച്ചേർത്തുകയും നമ്മുടെ ദേശത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ, ഈ ഭാഗത്ത് ഇത്തരം ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടതുള്ളത്. എന്താണ് ജ്ഞാനപീഠ പുരസ്കാര പ്രസംഗത്തിൻ്റെ സമകാലിക പ്രസക്തി എന്താണ്, അതല്ലെങ്കിൽ ഈ പറയുന്ന പുതുകവിയുടെ കർത്തവ്യത്തെക്കുറിച്ച് ശങ്കരക്കുറുപ്പിൻ്റെ അഭിപ്രായം എന്താണ്, ഇത്തരം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത് MM വിജയൻ്റെ മരുഭൂമികൾ പൂക്കുന്ന ലേഖനമാണ്. അപ്പോൾ വിജയ മാഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മലയാളത്തിൽ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്ത് ജീവൻ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യവിഷയം, അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു, അധ്യാപകനും പ്രഭാഷകനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യ വിശകലനത്തിൽ അതുപോലെ ജീവിത വ്യാഖ്യാനത്തിലൊക്കെ മനഃശാസ്ത്രത്തെ ഉടനീളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
പ്രത്യേകിച്ച് വൈലോപ്പിള്ളി കവിതകളിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴം കവിതയെ കുറിച്ചൊക്കെ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രപരമായ നിരൂപണ രീതി ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈലോപ്പിള്ളി പഠനങ്ങൾ കേരളത്തിലെ മനഃശാസ്ത്ര നിരൂപണത്തിന് വലിയ ഒരു ജീവൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ മാർക്സിൻ്റെ സാമൂഹിക മനഃശാസ്ത്രവും അല്ലെങ്കിൽ സാമൂഹിക ചിന്തകളും ഫ്രോയിഡിൻ്റെ വ്യക്തി മനഃശാസ്ത്രവും വളരെയധികം അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്ന് അദ്ദേഹത്തെ വെച്ച് പറയാനുള്ളത് കേസരി ബാലകൃഷ്ണപിള്ളയുടെ നിരൂപണ ആദർശത്തെ സമർത്ഥവും സർഗാത്മകമായി പിന്തുടർന്ന ഒരു വിമർശകനും കൂടിയാണ് എം വിജയൻ എന്ന് പറയുന്നത്. പാഠം എന്ന് പറയുന്ന ഒരു മാസികയുടെ ഒരു പത്രാധിപരായിരുന്നു. ദേശാഭിമാനിയുടെയും പത്രാധിപരൊക്കെ ആയിരുന്നു. അദ്ദേഹം കൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യൻ പാർക്കുന്ന ലോകങ്ങൾ, ചിതയിലെ വെളിച്ചം, മരുഭൂമികൾ പൂക്കുന്നത്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ. അല്ലെ, നമ്മൾ ഈ ഇതിനകത്ത് ചോദിച്ച ചില ചോദ്യങ്ങൾ പറയാം. എന്താണ് നമ്മുടെ സംസ്കാരം എത്ര സംസ്കാര വിരുദ്ധമായ അടിത്തറയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മലയാള ഭാഷയിലെ ആദ്യത്തെ കൃതിയെന്ന് വിജയനെതിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ബഷീർ ബാല്യകാല സഖി എഴുതിയതിനെക്കുറിച്ച് എം വിജയൻ്റെ അഭിപ്രായം എന്താണ്, നിരീക്ഷണം എന്താണ്? അതേപോലെ തന്നെ ബഷീർ മതിലുകൾ എഴുതിയതിനെക്കുറിച്ചുള്ള വിജയൻ്റെ നിരീക്ഷണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മരുഭൂമികൾ പൂക്കുന്ന ലേഖനം എം വിജയൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ബഷീർ അനുസ്മരണ പ്രഭാഷണമാണ്. ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വിപ്ലവ ബോധത്തെയും ദാർശനികതയും ഒക്കെ ലേഖന ആഴത്തിൽ വിചിന്തനം ചെയ്യുന്നുണ്ട്. ബഷീർ കൃതികളുടെ പിന്നിലുള്ള ജീവിതാനുഭവങ്ങളുടെ സ്വാധീനത്തെപ്പറ്റി ലേഖനം എടുത്തു പറയുന്നുണ്ട്. ബഷീറിൻ്റെ ഏതാനും കൃതികൾ മുൻനിർത്തി ബഷീറിൻ്റെ കഥാലോകത്തെ സമഗ്രമായിട്ട് വിലയിരുത്തുന്നുണ്ട് ലേഖകൻ. അപ്പോൾ സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള എഴുത്തുകാരുമായിട്ട് ബഷീറിയൻ കാഴ്ചപ്പാടുകളെ അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബഷീർ 1945 എറണാകുളത്ത് ബോട്ട് ചെട്ടിക്കടുത്ത് ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ പുസ്തകം വിൽപ്പതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയാണ് അദ്ദേഹം ബഷീറിനെ എം വിജയൻ കാണുന്നത്. ഈ പറഞ്ഞ എറണാകുളത്ത് ബോട്ട് ചെട്ടിക്കടുത്ത് ഒരു 45 കാലഘട്ടത്തിൽ സ്വന്തം പുസ്തകം വിൽക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് കാണുന്നത്. അപ്പോൾ 1960കളിൽ അമേരിക്കയിലത്തെ ഫെർലിംഗ് ഹെട്ടി എന്ന് പറയുന്നൊരു കവി പലകകൾ കൊണ്ടുണ്ടാക്കിയ ഷെഡിൽ പുസ്തക വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കവിയെ പോലെ തിരസ്കൃതനായിട്ടുള്ള ഒരു കലാകാരൻ ഉണ്ടാക്കുന്ന ഒരു മറുലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം ബഷീറിനും ചങ്ങമ്പുഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളുടെയും ജീവിതത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു. അതായത് ഈ നിലവിലുള്ള ഒരു ലോകത്ത് നിന്ന് തിരസ്കൃതനായി പോകുന്ന എഴുത്തുകാരൻ, ആ ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരനോ കലാകാരനോ അയാൾ ഉണ്ടാക്കുന്ന ഒരു മൂന്നാം ലോകം അല്ലെങ്കിൽ ഒരു മറുലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇവരുടെ കൃതികൾ കാണാൻ പറ്റും. അപ്പോൾ ബഷീർ ആയിക്കഴിഞ്ഞാലും ചങ്ങമ്പുഴ ആയിക്കഴിഞ്ഞാലും ഇടപ്പള്ളി ആയിക്കഴിഞ്ഞാലും ഒക്കെ ഈ പറയുന്ന നിലവിലുള്ള വ്യവസ്ഥകളോട് അങ്ങേയറ്റം വെറുപ്പ് പുലർത്തുകയും അതിനെതിരെ നിരന്തരം ശബ്ദിക്കുകയും ചെയ്ത ആളാണ്. ഇടപ്പള്ളി എന്ത് ചെയ്തു? ഇടപ്പള്ളി രാമപിള്ള നമ്മുടെ ഭൂമിയെ തന്നെ ഉപേക്ഷിച്ചു. ചങ്ങമ്പുഴ എന്തായി? തൻ്റെ ലോകത്തിൻ്റെ മാന്യതയെ ധിക്കരിച്ചു. അപ്പോൾ ബഷീർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബഷീർ സ്വന്തം പിതാവ് വലിയ ധനികനായിരുന്നു, പ്രഭുവും തടി കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം പിതാവിൻ്റെ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ് മാറേണ്ടതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ചരിത്രത്തിലെ സംഭവങ്ങളായിരുന്നു. ഒരു നവോത്ഥാന കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ നവോത്ഥാനത്തിൽ പലതരം പാരമ്പര്യത്തെ പിന്തുടരുന്ന വ്യവസ്ഥയൊക്കെ മാറിയൊരു കാലഘട്ടമാണ്, അല്ല മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും മാത്രം സംഭവങ്ങളല്ല, എന്താണ് ഈ പറയുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മണിനാഥത്തിൻ്റെ അവതാരികയിൽ ലോകത്തിൻ്റെ അതൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്. മണിനാഥത്തിൻ്റെ അവതാരികയിൽ ലോകത്തിലെ മഹത്തായ ആത്മഹത്യകളിൽ ഒന്ന് ഇടപ്പള്ളിയുടേതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മഹത്തായ ആത്മകഥകളിലൊന്ന് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നത്. അപ്പോൾ മണിനാഥത്തിൻ്റെ അവതാരിക, മണിനാഥം എന്ന് പറയുന്നത് ഇടപ്പള്ളിയുടെ ലാസ്റ്റത്തെ മരണസമയത്ത് എഴുതിയ കവിതയാണ്. അത് പിന്നീടാണ് ആ കവിതാ സമാഹാരം പുറത്തു വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കവിത എഴുതി വെച്ചിട്ടാണ് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, അതിന് അവതാരിക എഴുതിയ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം പറയുന്നത് ലോകത്തെ മഹത്തായ ആത്മഹത്യകളിൽ ഒന്നാണ് ഇടപ്പള്ളിയുടേതെന്നാണ്. അതെന്താണ്? ഇടപ്പള്ളി ഇവരെ തിരസ്കൃതനായ കലാകാരൻ ലോകത്തിനോട് എങ്ങനെയൊക്കെ പൊരുതാൻ പറ്റും ആ രീതിക്കൊക്കെ സംസാരിച്ചിട്ട് അവസാന മരണം കൊണ്ട് ആ ലോകത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാന്യതയെ ധിക്കരിച്ച ആളാണ്. അപ്പോൾ ചങ്ങമ്പുഴ മരണം കൊണ്ട് കാണിച്ചതും അല്ലെങ്കിൽ ഇടപ്പള്ളി മരണം കൊണ്ട് കാണിച്ചതും ചങ്ങമ്പുഴ തൻ്റെ ജ്ഞാനാമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചതുമായ കാര്യങ്ങൾ, അതായത് ലോകത്തിന് നേരെയുള്ള പരമമായ പുച്ഛം, പരമമായ അമർഷം, മറ്റൊരു ലോകം സ്ഥാപിക്കാനുള്ള വെമ്പൽ, അത് ബഷീറിൻ്റെ കൃതികളും കാണാൻ പറ്റും. അത് മറ്റൊരു തരത്തിലാണെന്ന് മാത്രം.
അപ്പോൾ ഈ പറഞ്ഞതല്ലേ ചില എഴുത്തുകാർ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ബഷീറിൻ്റെയൊക്കെ ശബ്ദങ്ങളും വളരെയധികം വിമർശനം വന്നിട്ടുണ്ട്. ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന കൃതിക്ക്. അല്ലെങ്കിൽ പിന്നെ OV വിജയൻ്റെ ഖസാക്കിന് ഇതിഹാസം വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല അല്ലേ. ഒരു എഴുത്തുകാരൻ പൂർണ്ണമായിട്ട് സംവദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അയാൾ പരമ്പരാഗതമായുള്ള സാങ്കേതികമായുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളതെന്നാണ്. ഒരു എഴുത്തുകാരൻ, ഇപ്പം നമ്മുടെ നല്ലൊരു എഴുത്തുകാരുണ്ട്, ആ എഴുത്തുകാരൻ വായിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ എഴുത്തുകാരനുമായിട്ട് ഈ വർത്തമാന കാലത്തിൽ എല്ലാവർക്കും നല്ല രീതിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണ്? അയാൾ ഈ പാരമ്പര്യമായിട്ട് ഉള്ള കാര്യങ്ങളെ മാത്രമേ പിന്തുടരുന്നുള്ളൂ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ എന്നതാണ്. എന്നാൽ ആ ഒരു എഴുത്തുകാരൻ, അതായത് ഈ പറയുന്ന ആളുകളുമായിട്ട് നിരന്തരം പൂർണ്ണമായിട്ട് സംവദിക്കുന്ന ഒരു എഴുത്തുകാരൻ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ ഭാവി നിരീക്ഷണം, ലോകചരിത്രത്തിൻ്റെ ഭാവി നിരീക്ഷണത്തെ കുറിച്ചിട്ട് ഒന്നും നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നില്ല. അപ്പോൾ അത്ര എഴുത്തുകാരെന്താണ്? പരിചിതമായ കാര്യങ്ങൾ അപരിചിതമായ ഭാഷയിൽ പറയുകയോ അല്ലെങ്കിൽ അപരിചിതമായ കാര്യങ്ങൾ പരിചിതമായ ഭാഷയിൽ പറയുകയോ ചെയ്യുന്ന വിദ്യ മാത്രമേ അത്ര എഴുത്തുകാർക്കുള്ള. അവർ പുതുതായിട്ടൊന്നും ആക്കുന്നില്ല. കാരണം നാളേക്കുള്ളതൊന്നും അവർ നിർമ്മിച്ചു വെക്കുന്നില്ല, ഇന്നത്തേക്കുള്ളത് മാത്രം നിർമ്മിച്ചു വെക്കുന്നത്. അത്ര എഴുത്തുകാരുണ്ട്. മറ്റുള്ള ചില എഴുത്തുകാർ പറയുന്നത് ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നമുക്ക് ഇന്ന് ആസ്വദിക്കാൻ പറ്റില്ല, ഇന്ന് അവരോട് നമുക്ക് വെറുപ്പ് തോന്നാം. പക്ഷെ നാളെ കുറേ കാലം കഴിയുമ്പോൾ അവരെ എഴുത്തുകൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ, അതായത് ഭാവി അല്ലെ, നാർഋഷി എന്ന് പറയുന്നുണ്ട്, കവികൾ ഋഷിമാരെ പോലെയാണ്, ക്രാന്തദർശികളാണെന്ന് പറയാറുണ്ട് ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങളിൽ. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഈ പറയുന്ന രണ്ട് തരം എഴുത്തുകാരുണ്ട്. അതിൽ ഒന്നാമത്തെ എഴുത്തുകാരെന്ന് പറയുന്നത് പാരമ്പര്യത്തെ അതേപറ്റി പിന്തുടരുന്ന അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് പാരമ്പര്യമായ കാര്യങ്ങളെ പിന്തുടരുന്നവരാണ് എന്ന രീതിക്ക് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ചങ്ങമ്പുഴ ആയിക്കോട്ടെ, ബഷീർ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനായിരുന്നില്ല. ആ പാരമ്പര്യത്തെ അതേപടി പകർത്തുന്ന എഴുത്തുകാരായിരുന്നില്ല. ബഷീറിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇവർ രണ്ടുപേരും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ബഷീറാണെങ്കിൽ പിന്നെ ജീവിതത്തിൻ്റെ പല അതിരുകളിലേക്ക്, ബഷീറും ചങ്ങമ്പുഴയൊക്കെ ജീവിതത്തിൻ്റെ പല അതിരുകളിലേക്ക് യാത്ര ചെയ്യുകയും അനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ വിപ്ലവകാരി, അതായത് ഭാഷയിൽ നിയമം തെറ്റിക്കുമ്പോഴും അല്ലെങ്കിൽ സമുദായത്തിന് നിയമം തെറ്റിക്കുമ്പോഴോ ഒരു എഴുത്തുകാരനോ വിപ്ലവകാരിയോ ലംഘനത്തിലൂടെ മറ്റൊരു ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഭാഷയിലെ നിയമം തെറ്റിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരി സമുദായത്തിലെ നിയമം ലംഘിക്കുമ്പോഴും അവർ മറ്റൊരു ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പെട്ടതിരിപ്പാട് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാതെ അദ്ദേഹം വിധവ പുനർവിവാഹം നടത്തി, സഹോദരിക്ക് തന്നെ വിവാഹം നടത്തി കൊടുത്തു. അപ്പോൾ സമുദായത്തിനകത്ത് അദ്ദേഹം വിപ്ലവ പ്രവർത്തനം നടത്തി. അങ്ങനെ എഴുത്തിലിപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീട്ടിൽ പെട്ടതിരിപ്പാട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ എഴുത്തിലായിക്കോട്ടെ ഭാഷയിലായിക്കോട്ടെ നിലവിലുള്ള നിയമത്തെ ലംഘിക്കുകയോ തെറ്റിക്കുകയോ ചെയ്യുമ്പോൾ അവരും പുതിയൊരു ലോകത്തെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ബഷീർ ചെറിയ പ്രായത്തിൽ തന്നെ ഇവന് സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയെ കാണാൻ പോകും, ഗാന്ധിജിയെ തൊടുകയും അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഇന്ത്യയിൽ പല ദേശങ്ങളിലും അതുപോലെ തന്നെ അറേബ്യൻ തീരങ്ങളിലും ഒക്കെ അദ്ദേഹം യാത്ര ചെയ്തു. പുരുഷവേശ്യമാരുടെ അടുത്തേക്ക് സൂഫി സന്യാസിയായിട്ട് പലതരം ജോലികൾ അദ്ദേഹം ചെയ്തു. പലതരം മനുഷ്യന്മാർ അദ്ദേഹം കണ്ടുമുട്ടി, പലതരം ജീവിതങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ അനുഭവത്തിന് വളരെ വിശാലമായ ലോകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ കാണുകയും ലോകത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിജയം പറയുന്നത് ലേഖനത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് നമ്മൾ ഈ പറഞ്ഞ പത്മശ്രീ മുതലായിട്ടുള്ള പുരസ്കാരങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന എന്തിനാണ്? അദ്ദേഹം ഈ പറഞ്ഞ കുടുംബ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും സമുദായത്തിൻ്റെ ഭിത്തികൾ അല്ല, ബഷീറിൻ്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ സാമുദായികമായ ഭിത്തികളെ ഭേദിക്കുകയും കുടുംബ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന കൃതികളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഉപ്പയുടെ പരിഹാസം കേട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉപ്പയുടെ ആട്ടയേറ്റ് പുറത്തിറങ്ങി പോകുന്ന ബഷീർ ജീവിതത്തിൻ്റെ പരമമായ അർത്ഥതലങ്ങൾ കണ്ടെത്തിയത് മറക്കാനുള്ള, അതായത് ഇദ്ദേഹം ഈ പറഞ്ഞല്ലേ ജീവിതത്തിൻ്റെ പരമായ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും ഒരു സന്യാസി വര്യനെ പോലെ ഒരു സൂഫി വര്യനെ പോലെ ജീവിതത്തിൻ്റെ മഹത്തായ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും അത് അതായത് ഈ അർത്ഥതലങ്ങളെക്കുറിച്ച് നിരന്തരം വിമർശിക്കുകയും വിളിച്ചു പറയുകയും ചെയ്ത സമയത്ത് അത് മറക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പുരസ്കാരങ്ങൾ നൽകുന്നത്. പുരസ്കാരങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ നാക്കിനെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. ബഷീറിൻ്റെ മറ്റു കാര്യം, ബഷീറിന് വ്യാകരണ തെറ്റുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് എഴുത്തുകാരുണ്ട്. ബഷീറിന് സ്വന്തമായിട്ടൊരു ഭാഷയുണ്ട്, ബഷീറിയൻ ഭാഷ. അത് മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്തതും മറ്റാർക്കും എഴുതാൻ പറ്റാത്തൊരു ഭാഷ. അപ്പോൾ ബഷീറിന് വ്യാകരണ പിഴക്കുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരെന്നെ പിന്നീട് എന്താ ചെയ്തു? ബഷീറിൻ്റെ പുസ്തകങ്ങളുടെ കച്ചവടക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതിക്കകത്ത് മാതാവ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ബഷീർ. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ബഷീർ ബാല്യകാല സഖി എഴുതിയതിനെ കുറിച്ച്
പിന്നെ വിജയൻ്റെ നിരീക്ഷണം എന്നൊരു ചോദ്യമുണ്ട്. ബഷീർ ബാല്യകാല സഖിയിൽ മാതാവ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്, മാതാവ് എന്ന പദം. അതേ ബഷീർ പാത്തുമ്മയുടെ ആടിൽ മാതാവ് അല്പം ശുദ്ധജലം വേണമെന്ന് പറഞ്ഞ അബ്ദുൽ ഖാദറിനെ തവി കൊണ്ട് അടിക്കുന്നുണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? പാത്തുമ്മയുടെ ആടിൽ മാതാവ് അല്പം ശുദ്ധജലം വേണമെന്ന് പറഞ്ഞ അബ്ദുൽ ഖാദറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടും പരിസരങ്ങളൊക്കെയാണ്. പാത്തുമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതിനകത്ത് ഖാദർ എന്ന അനിയനായിട്ടാണ്. അപ്പോൾ പാത്തുമ്മയുടെ ആടിൽ അബ്ദുൽ ഖാദർ പറയുന്നത് മാതാവ് അല്പം ശുദ്ധജലം വേണമെന്നാണ്. അപ്പോൾ തവി കൊണ്ട് അടിക്കുന്നുണ്ട്. എന്നാൽ ബാല്യകാല സഖിയിൽ നിന്ന് മാതാവ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഈ പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്താണ് അമ്മയുടെ ഭാഷ എന്ന ചോദ്യം ഈ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അല്ലെ, എൻ്റെ ഉമ്മയുടെ ഭാഷ വിലപ്പെട്ടതാണോ എന്നും, എൻ്റെ ഉമ്മയുടെ ഭാഷയാണ് ഞാൻ സംസാരിക്കേണ്ടതെന്നും, എൻ്റെ ഉമ്മയുടെ ഭാഷയാണോ മാതൃഭാഷയെന്നും, എൻ്റെ ഉമ്മയുടെ അനുഭവമാണോ മാതൃത്വത്തിൻ്റെ അനുഭവമെന്നും, ഞാൻ കുടിച്ച ഉമ്മയുടെ മുലയാണോ ലോകത്തിൻ്റെ മുലയെന്നും ചോദിക്കുകയാണ് തൻ്റെ കൃതികളിലൂടെ ബഷീർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ബഷീർ കൃതികളിൽ ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭാഷയെ കുറിച്ചിട്ടും മാതൃഭാഷയെ കുറിച്ചിട്ടും ഒക്കെ ബഷീർ തൻ്റെ ഈ പറയുന്ന കൃതികളിൽ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം എത്ര സംസ്കാര വിരുദ്ധമായ അടിത്തറയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മലയാള ഭാഷ ആദ്യത്തെ കൃതി ബഷീറിൻ്റെ ശബ്ദങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദ്യം? എന്താണ്? നമ്മുടെ സംസ്കാരം എത്ര സംസ്കാര വിരുദ്ധമായ അടിത്തറയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന മലയാള ഭാഷയിലെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ബഷീറിൻ്റെ ശബ്ദങ്ങളാണ്. അപ്പോൾ ഈ ശബ്ദങ്ങൾ രചിക്കപ്പെടുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധാനന്തര കാലഘട്ടമാണ്. അതായത് 2 ലോക മഹായുദ്ധങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മനുഷ്യ സമുദായത്തിൻ്റെ പുറംപോക്കുകളിലാണ് ശബ്ദങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ നവോത്ഥാന പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പലതരം സംഘടനകൾ രൂപപ്പെടുന്നുണ്ട്. അത്തരത്തിൽ നാനാവിധമായിട്ട് രാഷ്ട്രീയവും സാമൂഹികവും നവോത്ഥാനപരമായിട്ട് പല കാര്യങ്ങൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു ശബ്ദങ്ങൾ മലയാളിയുടെ തലയിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നത്. അപ്പം മലയാള ഭാഷയിലെ ആദ്യത്തെ കൃതി പറയുന്നത് എന്താണ്? ഈ പറയുന്ന നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അത്ര സംസ്കാര വിരുദ്ധമായിട്ടുള്ള അടിത്തറയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ കൃതി എന്ന ശബ്ദങ്ങളാണ്. ഈ കൃതി ആലോചിക്കപ്പെട്ട സമയത്ത് എന്താണ് വളരെയധികം വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഏതു സംഭാഷണവും എട്ടണ തരുവാൻ അല്ലേ, ബഷീറിന് ഉമ്മാനെ കുറിച്ച് ബഷീർ പറയുന്നുണ്ട്. പാത്തുമ്മയുടെ ആടിലൊക്കെ സഹോദരന്മാരെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മ ഏത് സംഭാഷണം അവസാനിപ്പിക്കുന്നത് പൈസ ചോദിച്ചിട്ടാണ്. സ്വാർത്ഥയായിട്ടുള്ള അല്ലെങ്കിൽ പടത്തോട് കൊതിയുള്ള ഒരു ഉമ്മാനെ കാണിക്കുന്നുണ്ട്. അതേ ഉമ്മ തന്നെയാണ് പിന്നെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞ സമയത്ത് ബഷീർ 3 മാസം ജയിലിലായി സ്വാതന്ത്ര്യ സമരത്തിൽ. അങ്ങനെ 3 മാസം അന്ന് ആ സമയത്ത് മൊബൈലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജയിലിൽ നിന്ന് മടങ്ങി വന്നാലും വീട്ടിലെത്തി കഴിഞ്ഞാൽ അറിയാൻ പോലും പറ്റും. അങ്ങനെ ഒരു ദിവസം രാത്രി ബഷീർ ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വരികയാണ്. വരുമ്പോൾ ഉമ്മാന്ന് വിളിക്കുമ്പോൾ ഉമ്മ ഈ പറഞ്ഞ വാതിൽ നിന്ന് ഇറങ്ങി വന്നു. വാ മോനെ കയറ് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാട് ചോദിച്ചു ബഷീർ ചോദിച്ചു, ഉമ്മക്ക് എങ്ങനെ ഞാനെന്ന് എത്തുമെന്ന് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നീ പോയ അന്ന് മുതൽ നീ തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും നിനക്ക് ഭക്ഷണം ഒരുക്കി കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഉമ്മ അപ്പോൾ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെയും വൈരൂപ്യത്തിൻ്റെയും 2 മുഖങ്ങൾ ഒരേ ജീവിതത്തിൽ ഉണ്ടെന്ന് കാണിക്കുന്നത് ബഷീറിൻ്റെ കൃതികൾ കാണാൻ പറ്റും. ഇത് ബഷീർ നടത്തിയ ജീവിതങ്ങളിലൂടെ നടത്തിയ പര്യടനങ്ങളുടെ മുഖ്യമായൊരു സ്വഭാവമാണ്. അപ്പം ഇത്തരത്തിൽ ഒരേ കഥാപാത്രം തന്നെ അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഒരേ സമയം പരുക്കനും അതേസമയം മൃദുവുമായ ഒന്നാണെന്നുള്ളൊരു സൂചന ബഷീർ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും താൻ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ കൊണ്ട് വിൽപ്പന നടത്തുന്ന നിർമ്മാതാവും വ്യവസായിയുമാണ് താൻ എന്നും ഭൗതികമായ ജീവിതബോധം ബഷീറിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാണ് ബഷീർ എപ്പോഴും എഴുതുന്നത് അല്ലെങ്കിൽ ബഷീറിൻ്റെ മൂലധനം എന്ന് പറയുന്നത് പിന്നെ എഴുത്തുകാരൻ്റെ മൂലധനം എന്നും അല്ലെങ്കിൽ ബഷീർ കൃതിയുടെ അർത്ഥം എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ മൂലധനം ജീവിത അനുഭവങ്ങളാണെന്നും അതില്ലാത്തവന് എഴുതാൻ സാധിക്കില്ല എന്നതാണ്. അതായത് ബഷീർ ഈ പറഞ്ഞ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സങ്കല്പത്തിൽ നിന്നൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. ബഷീറിന് ചുറ്റുമുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ, അത് മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, അവർ തന്നെയാണ് ബഷീറിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങൾ. ബഷീർ കണ്ടുമുട്ടുന്ന മനുഷ്യരാണ്, കണ്ടുമുട്ടുന്ന ജീവിതങ്ങളാണ്. അപ്പം ഈ പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ മൂലധനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളാണെന്നും അനുഭവങ്ങളില്ലാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നും ബഷീർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബഷീർ അനുഭവത്തിൻ്റെ പല മേഖലകളിൽ അളിഞ്ഞു നടക്കുകയും അതിൻ്റെ പല അതിരുകളിലേക്ക് കടന്നു ചെല്ലുകയും
അങ്ങനെ ലഭിച്ച അപൂർവമായ സിഗ്നലുകൾ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ചന്തുമേനോനെ പോലെ, ചന്തുമേനോൻ ഹിന്ദുലേഖ എന്ന് എഴുതുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, വടക്കേ മലബാറിലെ നായർ സമുദായത്തിൽ സ്ത്രീകൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണ ജനതയുടെ ഭാഷയിലാണ് തന്നെ എഴുതുന്നത്, തൻ്റെ നോവൽ എഴുതുന്നത് ചന്തുമേനോൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബഷീറും പറയുന്നത് എന്താണ്, സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുന്നതാണ് തൻ്റെ സാഹിത്യമെന്നും ഈ ഭാഷയിൽ തൻ്റെ ജീവിതമാണ് എഴുതുന്നതെന്നും ഇത് സാഹിത്യമായി ആരും അംഗീകരിക്കേണ്ടതില്ല എന്നും ചന്തുമേനോനെ പോലെ തന്നെ ബഷീറും പറയുന്നുണ്ട്. അത് സാധാരണ ജനങ്ങളുടെ ഭാഷയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, ഇത് സാഹിത്യമൊന്നും എന്താണ് താൻ ഈ ഭാഷയിൽ അല്ലേ, നമ്മളെല്ലാം ഇപ്പോൾ സാഹിത്യം ഉന്നതമായ ഭാഷയിൽ നിന്ന് എഴുതണമെന്ന് ആ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ബഷീർ എഴുതി. അപ്പോൾ ഈ ഭാഷയിൽ താൻ ജീവിതമാണ് എഴുതുന്നതെന്നും അത് സാഹിത്യമായിട്ട് ആരും അംഗീകരിക്കേണ്ടതില്ല എന്നും ചന്തുമേനോനെ പോലെ ബഷീറും കരുതി പറയുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സഞ്ചാരിയായ ബഷീറിൻ്റെ അനുഭവ മണ്ഡലത്തെ അത് തിമിംഗലത്തിൻ്റെ വയറ് പോലെ വലുതാക്കിയിട്ടുണ്ടെന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിലയിരുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഓർത്തു പോകുന്നുണ്ട്, എന്താണ്, ഒരു വലിയ സഞ്ചാരിയായിട്ടുള്ള ബഷീറിൻ്റെ അനുഭവ മണ്ഡലത്തെ ഒരു വലിയ തിമിംഗലത്തിൻ്റെ വയറ് പോലെ അത് വലുതാക്കിയിട്ടുണ്ടെന്നാണ് അനുഭവങ്ങൾ കേസരി ബാലകൃഷ്ണപിള്ള വിലയിരുത്തുന്നത്. ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധാരാളം അനുഭവങ്ങൾ മനസ്സിനകത്തുണ്ട് ബഷീറിൻ്റെ. അപ്പോൾ ഈ പോലെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ വലിയ വയറുള്ള തിമിംഗലത്തിനെ പോലെയാണ് ബഷീറിൻ്റെ അനുഭവ മണ്ഡലം എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള വിലയിരുത്തുന്നത്. എന്നാൽ ആ തിമിംഗലം എന്ന ലോകത്തിൻ്റെ വലിയ ജീവിയാണ്. അപ്പോൾ അത്രത്തോളം അനുഭവമുള്ള ഒരാളാണ് ബഷീർ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ബഷീർ യഥാർത്ഥത്തിൽ ഭ്രാന്തുള്ളൊരു മനുഷ്യനായിരുന്നു, ഉന്മാദമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഭ്രാന്ത് മൂക്കും. അങ്ങനെയാണ് പാത്തോമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന കൃതിയൊക്കെ ബഷീർ എഴുതുന്നുള്ളത്. അപ്പോൾ അനുഭവത്തിൻ്റെ ഒരു പുനർനിർവചനമാണ് ബഷീർ തൻ്റെ കൃതികളിൽ നിരന്തരം ചെയ്തു പോന്നിരുന്നത് കാണാൻ പറ്റും അല്ലേ. പിന്നെ മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന 101 മാർഗങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് വരട്ട് ചൊറി മാന്തുകയാണെന്ന് പറഞ്ഞ ഒരേ ഒരു സാഹിത്യകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. ഒരേ ഒരു സിദ്ധനായിരുന്നു ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിന് അല്ലെങ്കിൽ അനുരാഗത്തിനൊക്കെ പുതിയ പുതിയ നിർവചനങ്ങൾ ബഷീർ കാണുന്നത് അല്ലേ. സ്നേഹം എന്ന് പറയുന്നത് റോസാപ്പൂ കൊടുക്കുന്നതോ അല്ലെങ്കിൽ താമര ഇതളിൽ ലേഖനം എഴുതുന്നതോ അല്ല, നഖം കൊണ്ട് മാന്തുന്നതും വിഷമുള്ള ഉറുമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നതും സ്നേഹമാവാന്ന് പറയുന്നുണ്ട്. അപ്പം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് സ്നേഹം എന്നതിന് പുതിയൊരു നിർവചനം ബഷീർ നൽകുന്ന കാണാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൻ്റെ സമതലങ്ങളിൽ നിന്ന് കുടുംബത്തിൻ്റെ വളരെ ഭദ്രമായ ബന്ധങ്ങളിൽ നിന്നും അനുസരിക്കുന്നവന് സകലതയും അനുസരിക്കുന്നവന് സകലതയും നൽകുന്ന പിതൃപുത്ര ബന്ധത്തിൻ്റെ ഭദ്രതയിൽ നിന്ന് ബഷീർ തെറിച്ചു പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ ബഷീർ ഇപ്പോൾ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിൽ നായകനെ വിളിച്ചത് ഷപ്പൻ എന്നാണ് വിളിക്കുന്നത്. അത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ടാണ് അദ്ദേഹം. എന്താണ് ലിബറൽ ഫെമിനിസത്തിൻ്റെ കാലത്ത് ചന്തുമേനോൻ ജീവിച്ചിരുന്നതുകൊണ്ടാണ് ഇന്ദുലേഖ ഈ പറഞ്ഞ മാധവനെ ഷപ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാമുകനെ വിളിക്കുമ്പോൾ സമുദായത്തിന് അടയാളങ്ങൾ മാറുന്നു എന്നതുകൊണ്ട് ബഷീർ തൻ്റെ കൃതികളിൽ സ്നേഹത്തിന് പുതിയ പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അല്ലേ എല്ലാത്തിനെയും അനുസരിക്കുന്ന ഏതൊരു സമതലത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുടുംബ വ്യവസ്ഥയിൽ പിതാവിനെ നന്നായിട്ട് അനുസരിക്കുന്ന ഒരാൾക്കെല്ലാം ലഭിക്കുന്നു. എന്നാൽ ഇവിടെ പിതാവിനെ എതിർക്കുന്ന ബഷീറിനെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ സമുദായത്തിനെ ചോദ്യം ചെയ്യാനുള്ള ഘടകമെന്ന് അല്ലേ, മദ്യപിച്ചു കഴിഞ്ഞാൽ ഉന്മാദത്തിലെത്തിക്കഴിഞ്ഞാൽ സമുദായത്തിനെ ചോദ്യം ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി ബഷീർ മദ്യപിച്ചു, ഉന്മാദത്തിൻ്റെ തലത്തിലേക്ക് എത്തി. അപ്പം ഇത്തരത്തിൽ ഈ ഉന്മാദത്തിൻ്റെ തലങ്ങളിൽ ജീവിതത്തെ അന്വേഷിച്ച് പോവുകയും അവിടെ നിന്ന് ജീവിതത്തിൻ്റെ റിപ്പോർട്ടുകൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹിത്യകാരൻ എന്ന നിലയിലും ബഷീർ ഓർമ്മപ്പെടുന്നുണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എത്ര മഹത്തരമെന്ന് മാത്രമല്ല അതെത്ര നിരർത്ഥകമായ വസ്തുവാണെന്ന്, സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഞെരുക്കപ്പെടുന്നു എന്നും പറയാൻ വേണ്ടിയിട്ട് ബഷീർ ബാല്യകാല സഖി എഴുതിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബഷീർ ബാല്യകാല സഖി എഴുതിയെക്കുറിച്ച് പറയുകയാണ്, വിജയമാഷ് പറയുകയാണ്. ഇത് ചോദ്യം വന്നിട്ടുണ്ട്, എന്താണ് സ്നേഹം എത്ര മഹത്താണ് എന്നും മാത്രമല്ല സ്നേഹം എത്ര നിരർത്ഥകമായ വസ്തുതയായി തീരുന്നുവെന്നും സ്നേഹം എങ്ങനെ യാഥാർത്ഥ്യത്താൽ ഞെരുക്കപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബഷീർ ബാല്യകാല സഖി എഴുതിയത്. അപ്പോൾ ഈ ബഷീറിൻ്റെ കൃതികൾ അല്ലെങ്കിൽ ബഷീറിനെയും ചരിത്രത്തെയും കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അത് ഏതെല്ലാം തീച്ചൂളകളിലാണ് അദ്ദേഹം വെന്തു നേറിയത്, ഏതെല്ലാം അഗ്നിപഥങ്ങളിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്നും വിശപ്പിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളാണ് അദ്ദേഹം അളന്നു നിർത്തുന്നത് അന്വേഷിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത വിശപ്പാണ്. വിശപ്പ് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശപ്പും ഉന്മാദവും ബഷീറിൻ്റെ കൃതികളുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതയായിരുന്നു. അപ്പോൾ ബഷീറിൻ്റെ ഒരു കൃതിയിൽ പിന്നെ പറയുന്നുണ്ട് ബഷീർ എന്താണ്, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മരത്തിൽ കയറാൻ അറിയണം, മുടി മുറിക്കാൻ അറിയണം, അവിടെ നല്ല നീന്തൽകാരിയാണെന്നൊക്കെ നിർബന്ധം പിടിക്കുന്നുണ്ട്. അതേ ബഷീർ മറ്റൊരു കൃതിയിൽ പിന്നെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് ശമ്പളമില്ലാത്ത വേലക്കാരിയെ സമ്പാദിക്കലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ അർത്ഥത്തിലെങ്കിലും ബഷീർ നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ, സീതാസങ്കല്പത്തെ, നളിനി സങ്കല്പത്തെ ടോർപ്പിഡോ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഓർത്തു വെക്കാം. ഇത് ഈ പറയുന്ന ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ടോർപ്പിഡോ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യത്തെ ഓർത്തു വെക്കുക. അല്ലേ, നമ്മളെ രാമനും സീതയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പിന്നെ നളിനിയും ദിവാകരനും തമ്മിലുള്ള ഒരു ബന്ധം, ആ ഒരു കാര്യത്തെ പിന്നെ ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അത് ഒരേ സമയത്ത് സ്ത്രീ എന്ന് പറയുന്നത് പിന്നെ അവളെ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് ഈ പറയുന്ന ദാമ്പത്യത്തിലുള്ള പിന്നെ ജോലിക്കാരി എന്ന നിലയാണ് സ്ത്രീക്കുള്ളതെന്നുള്ള ഒരു ചിന്ത കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ബഷീർ ശബ്ദങ്ങൾ എഴുതിയതിനെ കുറിച്ചിട്ട് വിജയ് മാഷ് പറഞ്ഞതാണ്, ജീവിതത്തെക്കുറിച്ചുള്ള അസാമാന്യമായ സത്യങ്ങൾ നമുക്ക് നേരെ തൊടുത്തു വിടാനാണ് ബഷീർ ശബ്ദങ്ങൾ എഴുതിയെന്നാണ്. ചരിത്രത്തിൻ്റെ രാത്രിയിൽ നടക്കുന്ന ഹീനകൃത്യങ്ങൾ അയാൾ നമുക്ക് കാണിച്ചു തരികയും നാം കാണാതിരുന്ന നമ്മുടെ മുന്നിലുള്ള സത്യത്തെ നമ്മുടെ മുഖത്തേക്ക് ഒരു പഴയ ചെരുപ്പ് പോലെ എടുത്തെറിയുകയാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ കയങ്ങളെയും അനുഭവത്തിൻ്റെ കൊടുമുടികളെയും അനുഭവത്തിൻ്റെ പാതകളെയും കണ്ടെത്തലാണ് ബഷീറിൻ്റെ സാഹിത്യത്തിലുള്ളതെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബഷീർ നമുക്ക് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെടാത്ത ലോകത്തിലേക്ക് ചെന്ന് എത്തി നോക്കുകയാണ്, അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് വിഷം കഴിക്കുകയും നമുക്ക് വേണ്ടി മരണത്തിൻ്റെ നിഴലിൽ ജീവിക്കുകയും നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വഴിയമ്പലങ്ങളിൽ തിണ്ണകളിൽ കിടക്കുകയും നമുക്ക് വേണ്ടി ആരുടെയൊക്കെയോ കല്ലെറുകൾ കൊള്ളുകയാണ്. ബഷീർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശബ്ദങ്ങളിൽ പറയുന്നുണ്ട്, ഒരു പട്ടാളക്കാരന് രോഗികളായ വേശ്യകളെ മാത്രമേ കിട്ടൂവെന്നും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉയർന്ന ബന്ധങ്ങളിൽ ഏർപ്പെടാമെന്നും പറയുമ്പോൾ നമ്മുടെ സമൂഹം സ്ത്രീകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ്, വേശ്യകളായിട്ടും ദേവിമാരായിട്ടും രണ്ടായി തരംതിരിക്കുകയാണെന്നുള്ള അവസ്ഥയാണ് പറയുന്നത്, അല്ലെ? ജീവിക്കാൻ വഴിയില്ലാത്ത തൊഴിലാളിയെയും നമുക്ക് വേണ്ടി കൊലപാതകം നടത്തുന്ന പട്ടാളക്കാരെയും നാം അതിരുകളിലേക്കാണ് ആട്ടി ഓടിക്കുന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ വെളിച്ചത്തിൻ്റെ കള്ളക്കളി കളിക്കുന്ന ഇരുട്ടിനെ കണ്ടെത്തുകയും പകൽ ഉരുണ്ടുകൂടുന്ന നിഴലുകളെ മനസ്സിലാക്കുകയും ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ബഷീർ തൻ്റെ കൃതികളിൽ ചെയ്യുന്നതെന്ന് കൂടി കാണാൻ പറ്റും. പിന്നെ ബഷീറിൻ്റെ കൃതികളിൽ വരുന്ന കഥാപാത്രങ്ങൾ ഒരു മണ്ട മൂത്താപ്പയോ അല്ലെങ്കിൽ ഒരു മൂച്ചിട്ട് കളിക്കാരനോ ലോകത്തുള്ള സർവ്വ തിരുമാലികളെയോ വർണ്ണിച്ചു തീരുമ്പോൾ ഈ ലോകം മുഴുവനും തിരുമാലികളുടെ തിരുമാലിത്വത്തിൻ്റെ മേലാണ്, അല്ലെ? എല്ലാവരുടെ ഉള്ളിലും നമ്മൾ അണിയുന്നൊരു മാന്യതയുടെ മുഖപടമുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും തട്ടിപ്പുണ്ടെന്നും ഒരു മാന്യതയുടെ മുഖപടമാണ് അണിയതെന്നും ബഷീർ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലേ? നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതമല്ലെന്നും ജീവിതത്തിൻ്റെ നിഴൽ മാത്രമാണെന്നും ഈ ഒരു ക്രൂരമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതെന്നും കൂടി ബഷീർ വിളിച്ചു പറയുന്നുണ്ട്, അല്ല? പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ നാം തൊടുമ്പോൾ ഒരു സമുദായത്തെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഭാഷയെ തൊടുമ്പോൾ നാം ഒരു സമുദായത്തെയാണ്, ഒരു ജീവിതത്തിൻ്റെ മൂല്യത്തെയാണ് നമ്മൾ തൊടുന്നുള്ളത് എന്ന് ഈ പിന്നെ ബാല്യകാല സഖി വായിക്കുന്ന സമയത്ത് അതിന് പുനർനിർവചിക്കാൻ പറ്റും. എന്താണ്, ബഷീറിൻ്റെ കൃതികളിലൂടെ ഭാഷയെ നാം തൊടുമ്പോൾ നാം തൊടുന്നത് സമുദായത്തെയാണെന്നും ജീവിതത്തെയാണെന്നും ജീവിതത്തിൻ്റെ മൂല്യത്തെയാണെന്നും പുനർനിർവചിക്കാനുള്ള ശ്രമം ബാല്യകാല സഖിയിലുണ്ട്. അപ്പോൾ സാഹിത്യം തന്നെയാണ് ജീവിതമെന്നും സംസാരിക്കുന്നത് തന്നെയാണ് ഭാഷയെന്നും കുട്ടികൾ തന്നെയാണ് മുതിർന്നവരെന്നും പ്രകൃതി തന്നെയാണ് സംസ്കാരം എന്നുള്ള ഒരു പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് ബഷീറിൻ്റെ കലയും ജീവിതവും എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ, അല്ലെ, ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ വെക്കുന്ന ഒരു മീശയിൽ കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കൃതാവ് വെക്കുന്നു. അപ്പോൾ അതിലൂടെ ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യാമെന്നും അതിനുള്ളൊരു മാർഗ്ഗമാണ് സാഹിത്യം എന്ന് പറയുന്നത്, അല്ലേ? ചില സമുദായങ്ങളിൽ പണ്ട് താടി വെക്കാൻ പറ്റില്ല എല്ലാവർക്കും, കൃതാവ് വെക്കാൻ പറ്റില്ല, മീശ വെക്കാൻ പറ്റില്ല, മുടി വെട്ടണം, അത് പല രീതിയിൽ വെട്ടണം, പിന്നെ മുട്ടിന് താഴെ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മാറത്ത് വസ്ത്രം ഇടാൻ പാടില്ല. അപ്പോൾ ഈ തൻ്റെ കഥാപാത്രങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഈ നിലവിലുള്ള വ്യവസ്ഥയെ എതിർക്കാനുള്ള ഒരു ടൂളായിട്ട് ബഷീർ ഉപയോഗിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതാണ് ബഷീറിൻ്റെ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നൊരു സമുദായമാണെന്നും മനുഷ്യനൊരു സമുദായമായിട്ട് മാത്രമേ നിലനിൽക്കാനുള്ളൂ എന്നും ആദ്യമായും ഈ ഒരു ഉണർവാണ് മനുഷ്യന് വേണ്ടതെന്നും പറയാനും തൻ്റെ ജീവിതത്തിലെ ഓരോ അണുവിനെയും കൊണ്ട് ശ്രമിക്കുക എന്നത് അദ്ദേഹം തൻ്റെ ദൗത്യമായിട്ട് കരുതുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ? മനുഷ്യനെല്ലാവരും, അതായത് ജാതിക്കും മതത്തിന് അതീതമായിട്ട് മനുഷ്യനൊരു സമുദായമാണ്,
മനുഷ്യനൊരു സമുദായമായിട്ട് മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് ആദിമമായിട്ടും അത് തന്നെയാണ്. ഈ ഉണർവാണ് മനുഷ്യന് വേണ്ടതെന്നാണ് തൻ്റെ ഓരോ കൃതികളിലും ഓരോ വാക്കിലും ബഷീർ പറയാൻ ശ്രമിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇത്തരത്തിൽ ഒരു സാർവലൗകിക, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞൊരു സാർവലൗകിക സ്വപ്നമാണ് ബഷീറിലുള്ളത്. അതുകൊണ്ടാണ് കേശവൻ നായരും സാറാമ്മയും ഒരേപോലെ ചായയും കാപ്പിയും കുടിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുടിക്കുന്നത്. അവിടെ പരസ്പരം പങ്കുവെക്കലാണ്, അല്ലേ? ഈ പറഞ്ഞ ഒരാൾക്ക് മേലും മറ്റൊരാൾ അടിച്ചേൽപ്പിക്കലല്ല നടത്തുന്നത്. അപ്പോൾ ബഷീറിൻ്റെ സാഹിത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബഷീറിനെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തെ അറിയുക, അല്ലെ? ബഷീറിനെ അറിയുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ചരിത്രത്തെ അറിയുക, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അഭിരുചിപരമായിട്ടുള്ള വിപ്ലവത്തെ തിരിച്ചറിയുക എന്നത് കൂടിയാണ് ബഷീറിനെ അറിയുക എന്ന് പറയുന്നത്. ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലിലും പാത്തുമ്മയുടെ ആടിലും മൗലികമായിട്ടൊരു മിത്തോളജിക്കൽ ഫിഗർ ഉണ്ട്. ചിലപ്പോൾ ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം അതായിരിക്കാം. എന്താണ് ആ മിത്തോളജിക്കൽ ഇതെന്ന് നോക്കാം നമുക്ക്. എന്താണ്? പുറത്താക്കപ്പെടുന്ന മകൻ, അയാൾ സഞ്ചരിക്കുന്ന ഒരു വലിയ ലോകം, അയാൾ തിരിച്ചെത്തുന്ന മറ്റൊരു ലോകം. ഇത് അനാദിയായ ഒരു മനുഷ്യമിത്താണ്. ഈ ഒരു അനാദിയായ ഒരു മനുഷ്യമിത്താണ് ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലിലും പാത്തുമ്മയുടെ ആടിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ്? വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു മകൻ, അയാൾ ഒരുപാട് വലിയ ലോകത്ത് സഞ്ചരിക്കുന്നു, അയാൾ തിരിച്ച് മറ്റൊരു ലോകത്തേക്ക് തിരിച്ചെത്തുന്നു. പാത്തുമ്മയുടെ ആടിലാണെങ്കിൽ സമാധാനം തേടിയിട്ടാണ് ബഷീർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോഴാണെങ്കിൽ വീട്ടിനകത്ത് ഉമ്മ വളർത്തുന്ന പൂച്ചകളെ പിടിച്ച് തട്ടുമ്പുറത്ത് ഓടുന്ന എലികൾ, ഒരുപാട് കോഴികൾ, അതിനെണ്ണമറ്റ കോഴിക്കുഞ്ഞുങ്ങൾ, കോഴിയെ റാഞ്ചാൻ വേണ്ടിയിട്ട് പുറത്ത് ഇരിക്കുന്ന പരുന്ത്, വീട്ടിൻ്റെ മുകളിൽ കാക്ക, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ, ഉമ്മ, അനിയൻ, ഇതൊക്കെ കൂടാതെയാണ് സഹോദരി പാത്തുമ്മയുടെ ഒരാട് കൂടി കടന്നു വരുന്നത്. അപ്പോൾ അത് പുതിയ ലോകത്തേക്ക് കടന്നു വരുന്നു. അവിടെ ഈ പറഞ്ഞൊരു സൂഫി ആയിട്ട്, ഒരു സന്യാസിയായിട്ട് ഇരിക്കുന്ന ഒരു യോഗിയെ പോലെ ഇരിക്കുന്ന ബഷീറിനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗാന്ധിയെ തൊട്ട് തിരിച്ചു വരുമ്പോൾ ഗാന്ധി ഒരു പുതിയ ഇന്ത്യയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നും ഈ ഒരു പുതിയ സമുദായത്തിന് വേണ്ടി താൻ ശ്രമിക്കുമെന്നുള്ള ബോധ്യം ബഷീറിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു യോദ്ധാവായി തീരുകയാണ് തൻ്റെ ജീവിത ദൗത്യമെന്ന് ബാല്യകാല സഖിയിൽ ബഷീർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബഷീറിൻ്റെ കൃതിയിൽ കാണുന്ന ഈ ഒരു മിത്തോളജിക്കൽ ഫിഗർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിൽ നായകൻ പുറപ്പെട്ടു പോകുന്നുണ്ട്. ഇവന് വീട്ടിൽ നിന്ന് തെറ്റിയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന നായകൻ എൻ്റെ ഉപ്പുപ്പാക്ക് ആനുണ്ടായിരുന്നു എന്ന് പറയുന്ന നോവൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം എന്താണെന്നും ഇസ്ലാം എന്തല്ല എന്ന് പറയാനുള്ള ഒരർത്ഥത്തിൽ റിഫൈനിങ് ഓഫ് ഖുറാൻ എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്നും അത് മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് തടസ്സമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും ബഷീർ ശ്രമിക്കുന്നത് എൻ്റെ ഉപ്പുപ്പാക്ക് ആനുണ്ടായിരുന്നു എന്ന കൃതിയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പുതിയ വരാനിരിക്കുന്ന ഭാവി ലോകത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം ബഷീറിൻ്റെ കൃതികളിൽ കാണാൻ പറ്റും. തനിക്ക് വേണ്ടിയല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നതെന്നും താൻ ലോകത്തിന് വേണ്ടി പൂന്തോട്ടം ഉണ്ടാക്കാൻ നിയുക്തനാണ് എന്നുള്ളൊരു ബോധം, അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും തോട്ടം തിരിച്ചു കൊണ്ടുവരാനുള്ള സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഉദ്യാനത്തെ മനുഷ്യന് വീണ്ടെടുക്കുവാൻ വേണ്ടി നിയുക്തരായ അനേകം ആളുകളിൽ ഒരാളാണെന്നുള്ള താനെന്നൊരു ബോധം ബഷീറിൻ്റെ ഈ പറയുന്ന എഴുത്തിലുണ്ട്. അപ്പോൾ ലോകത്തുള്ള മനുഷ്യന്മാരെ ഒന്നിപ്പിക്കാനുള്ള ഒരു തരം മാനവികതാബോധം ബഷീറിൻ്റെ കൃതികൾ കാണാൻ പറ്റും. അപ്പോൾ ഭൂമിയുടെ അവകാശികൾ എന്നൊരു കൃതി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ എല്ലാവർക്കും അവകാശം, മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണെന്ന ചോദ്യത്തിന് മനുഷ്യന് മാത്രമല്ല ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അതിനകത്ത് ചോദ്യമുണ്ട്, ഈ ലോകത്തെ നശിപ്പിക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമെന്നൊരു മൗലികമായ ചോദ്യം അതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. അപ്പം ബഷീറിൻ്റെ കൃതികളിൽ ധാരാളം പൂക്കളുള്ള, ചാമ്പക്ക പഴങ്ങളുള്ള, ധാരാളം പാമ്പുകളും കടവലുകളുള്ള ഒരു ലോകത്തെ ബഷീർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തെ തന്നെ ഒരു ഉദ്യാനമാക്കിയിട്ട് എങ്ങനെ തീർക്കാമെന്നൊരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ ഒബ്സഷൻ ബഷീറിൻ്റെ കൃതികളിൽ മനസ്സിലൊന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന, മനുഷ്യരെ മാത്രമല്ല സകലതിനെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാട് ബഷീർ കൃതിയുടെ സവിശേഷതയാണ്. അപ്പോൾ ഈ പറയുന്ന ഗുണന പട്ടിക മാത്രമല്ല, വാസ്തവത്തിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ ശരിയെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ശരികളുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ശരി, അതിനപ്പുറത്തുള്ള ചില ശരികളുണ്ടെന്ന്, ആ ശരികൾ ആ ഒരു കാലഘട്ടത്തിൽ ബഷീർ എഴുതുന്ന കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. അതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ബഷീറിൻ്റെ കൃതികളിൽ ഒരു സന്ദേശം നാം കാണുന്നതും അറിയുന്നതും ഉണർന്നിരിക്കുമ്പോഴും തൊട്ടനുഭവിക്കുന്നതുമായ ലോകത്തിനപ്പുറത്ത് ചില ലോകങ്ങളുണ്ടെന്നതാണ്. ഇത് നീലവെളിച്ചം എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. ആ നീലവെളിച്ചം എന്ന കഥയാണ് പിന്നെ ഭാർഗവി നില എന്നൊരു സിനിമയായിട്ട് മാറുന്നത്. അല്ല, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ തൊടുന്ന, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത്
പിന്നെ ലഭിക്കുന്ന ലോകത്തിനപ്പുറത്ത് ചില പിന്നെ ലോകമുണ്ടെന്നാണ് നീല വെളിച്ചം എന്ന കഥയിൽ ഒരു പ്രേത സിനിമയാണ്, അല്ലെങ്കിൽ പ്രേത കഥയാണത്. അപ്പോൾ 2 ലോകങ്ങളിലും സഞ്ചരിക്കുകയും 2 ലോകങ്ങളിലും പല അതിരുകളിലും ചെന്ന് മുട്ടുകയും ചെയ്തിരുന്ന ആളാണ് ബഷീർ എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ പാത്തുമ്മയുടെ ആട് എടുത്തു കഴിഞ്ഞാൽ ആടിൽ ഉപ്പയില്ല, പല ഇക്കാക്കയാണുള്ളത്. അതായത് ദ ഫാദർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ ബിഗ് ബ്രദർ എന്നുള്ളതാണ് പാത്തുമ്മയുടെ ആടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അല്ലേ, ഫാദറിന് പകരം അവിടെ ബിഗ് ബ്രദർ ആണുള്ളത്. അതോടുകൂടി അതിലുള്ള ഇടിപ്പൽ സംഘർഷം അവസാനിക്കുകയും ഒരു പ്രത്യേക പരിതസ്ഥിതിയിലേക്ക് വസ്തുതകളെല്ലാം മാറി ചെല്ലുകയും, അല്ലേ. അതായത് ബാല്യകാല സഖിയിൽ വീട്ടിൽ ബാല്യകാല സഖി എന്ന പാடம் എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉപ്പാട് പിന്നെ ഉപ്പാണ് ആട്ടി പുറത്താക്കുന്നുള്ളത്. എന്നാൽ ഈ പറഞ്ഞ പാത്തുമ്മയുടെ ആടിൽ വരുന്ന സമയത്ത് ഉപ്പ മരിച്ചു, ഉപ്പ ഇല്ല വീട്ടിൽ. പിന്നെ അവിടെ ആണുള്ളത് മൂത്ത സഹോദരനാണുള്ളത്. അപ്പോൾ എന്താ ഈ പറഞ്ഞ ഇടിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഇഡിപ്പസ് പറഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രാജാവിൻ്റെ കഥയിൽ തൻ്റെ പിതാവിനെ കൊന്നിട്ട് തൻ്റെ അമ്മയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വരികയും പിന്നീട് അത് വലിയൊരു ദുരന്തത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഇഡിപ്പസിനെ കുറിച്ചുള്ളൊരു കഥയാണിത്. അപ്പോൾ ഈ ഒരു ഇഡിപ്പൽ കോംപ്ലക്സ് ഇത് നമ്മൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഇഡിപ്പൽ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാകും നിങ്ങളിത്. അപ്പോൾ ഈ ഒരു ഇഡിപ്പൽ സംഘർഷം, അതാണ് പിതാവിനോടാണ് ഈ ഒരു ഇഡിപ്പൽ സംഘർഷം ഉണ്ടായത്, ഒരു ഇഡിപ്പൽ കോംപ്ലക്സ് ഉണ്ടായത്. അത് മാറിപ്പോയി. അത് മാറിയിട്ട് എന്തായി, പിന്നെ പുതിയൊരു പ്രത്യേക പരിതസ്ഥിതിയിലേക്ക് സഹോദരനുള്ള അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ പറഞ്ഞ മൂത്ത സഹോദരൻ ഉണ്ടാക്കുന്ന ഒരു പുതിയ സംവിധാനവുമായിട്ട് ബഷീറിൻ്റെ കുടുംബം എന്ന് പറയുന്ന ലോകം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് താൻ തിരിച്ചെത്തിയ ലോകം തൻ്റെ എന്ന് പറയുന്ന തലയോല പറമ്പിലെ വീട്ടിലെ സംവിധാനക്രമം പിന്നീട് നിയന്ത്രിക്കുന്നത് എൻ്റെ ഉപ്പ പകരം ആന ഉണ്ടായിരുന്നു എന്ന കൃതിയിൽ നിസാർ അഹമ്മദ് പോലെ അതിന് തലപ്പത്തിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഉപ്പ പകരം ആന ഉണ്ടാകുന്ന എന്ന് പറയുന്ന കൃതിയിലെത്തുന്ന സമയത്ത് അവിടെ ബഷീറാണ് ഈ ഒരു കുടുംബത്തെ നിയന്ത്രിക്കുന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ സ്വരൂപത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഭ്രാത്യ സ്വരൂപമായി തീരുകയും ഒരു മനുഷ്യബന്ധം ഉണ്ടാക്കി തീർക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ട്, അതായത് അടച്ചിട്ടിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്നതിന് പകരം, ഉച്ചത്തിൽ ശാസിച്ചിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്നതിന് പകരം വ്യത്യസ്തമായൊരു വഴിയിലൂടെ കുടുംബത്തെ രക്ഷിക്കാന്നൊരു ആശയം പാത്തുമ്മയുടെ ആടിൽ ബഷീർ അവതരിപ്പിക്കുന്നുണ്ട്. പാത്തുമ്മയുടെ ആടിൽ ബഷീർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സഹോദരിമാർ ഓരോരോ ആവശ്യം വന്ന് ബഷീറിൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഉമ്മ വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനെയും അദ്ദേഹം നേരിടുന്നത് ഈ പറഞ്ഞ ശാസിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ ഒന്നുമല്ല, കുറച്ച് മറ്റൊരു വഴിയിലൂടെയാണ് കുടുംബത്തെ ഇതാക്കുന്നുള്ളത്. അപ്പോൾ ബാല്യകാല സഖി എഴുതിയ ബഷീർ തന്നെയാണ് പാത്തുമ്മയുടെ ആട് എഴുതുന്നുള്ളത്. പക്ഷെ രണ്ടും ഒരാളല്ല. എഴുതുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് വ്യക്തി ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഈ കൃതി വിധേയമായി തീരുന്നുണ്ട്. അല്ലേ, മതിലിനപ്പുറത്ത് കിടക്കുന്ന കൊലപാതകിയായിട്ടുള്ള നാരായണിക്ക് മാത്രമേ സ്നേഹം എന്തെന്ന് അറിയാമായിരുന്നുള്ളൂ എന്ന് പറയാനാണ് ബഷീർ മതിലുകൾ എഴുതിയത്. മതിലുകളിൽ സ്നേഹം എന്ന് പറയുന്നത് തമ്മിൽ കാണാത്ത, നാം പരിശുദ്ധം എന്ന് പറയുന്ന തീർച്ചയായും ശരീരസ്പർശമില്ലാത്ത, മാംസ നിബന്ധമല്ലാത്ത അനുരാഗത്തിൻ്റെ സ്വരൂപമാണ്. അല്ലേ, എന്താണ് മതിലുകളിൽ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാനും ശിങ്കടികളെ കൊണ്ട്, ഇപ്പോൾ ശബ്ദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതാനും ശിങ്കടികളെ കൊണ്ട് ശമ്പളം കൊടുത്ത് മനുഷ്യനെ കൊല്ലിക്കുന്ന ഒരു വ്യവസായമാണ് യുദ്ധമെന്ന് ശബ്ദങ്ങളിൽ ബഷീർ വിമർശിക്കുന്നുണ്ട്. അപ്പം ഇത് എം വിജയൻ ചോദിക്കുന്നത്, ബഷീറിൻ്റെ ശബ്ദങ്ങളെപ്പോലെ ഇത്രയും യുദ്ധവിരുദ്ധമായൊരു കൃതി നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നതാണ്. അല്ലെ, ധർമ്മത്തെ സംശയിക്കുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിലെ വിഷന്തീനികളായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് ബഷീർ കൃതികളുടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. മനുഷ്യാനുഭവത്തിൻ്റെ ഒരറ്റം വീരരസമാണെന്ന് മനസ്സിലാക്കിയിട്ട ബഷീർ യുദ്ധത്തിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലാക്കിയിട്ടാണ് ബഷീർ യുദ്ധത്തിലേക്ക് പോകുന്നത്. ബഷീർ അതുപോലെ ശബ്ദങ്ങളിൽ ബഷീർ നിർവചിക്കുന്ന മറ്റൊരു കാര്യം, ഈ ലോകം ദുർഗന്ധമുള്ളൊരു സുഗന്ധമാണ്. ഈ ലോകം എന്ന് പറയുന്നത് ദുർഗന്ധമുള്ളൊരു സുഗന്ധമാണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ബഷീർ എന്ന് പറയുന്നത് നടന്നു തീർന്ന വഴിയാണ്. ചാരിയിരുന്ന കസേര, ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് സങ്കല്പിച്ചിട്ട് എഴുതുന്ന ഒരാളല്ല ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹം നടന്നു പോയ വഴികളിലെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തലയ്ക്ക് മുകളിൽ നിഴലല്ല, സൂര്യനെ മറച്ചുകൊണ്ട് നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ നിഴലല്ല, മറിച്ച് എന്താണ്, കത്തിയിരുന്ന സൂര്യനാണ്. അദ്ദേഹം കൊണ്ടത് വെയിലാണ്. അദ്ദേഹം ഇരുന്നത് തണലുകളല്ല. അദ്ദേഹം വെയിലെ കൊണ്ടിട്ടാണ് നടന്നിട്ട് പോയത്. അല്ല, വിശപ്പ് ആത്യന്തികമായ ഒരു വികാരമാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ നമുക്ക് ജന്മദിനം പോലെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ വിശപ്പിനെ വെച്ചിട്ട് കാണാൻ പറ്റും. അതുപോലെ ഉന്മാദം എന്നത് മനുഷ്യൻ നിയമിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സമുദായത്തിൻ്റെ അതിരുകളെ ഉല്ലംഘിക്കുന്ന അവസ്ഥയാണെന്നും ബഷീർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഠാരയാണ് എൻ്റെ പാതിവൃത്യം സംരക്ഷിക്കുന്നതെന്ന് പറയാനായിട്ട് തുണി ഉയർത്തിക്കാട്ടുന്ന ഒരു ഭാരതീയ പതിവ്രതയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ബഷീറിൻ്റെ വലിപ്പങ്ങളിൽ വെച്ചുള്ള വലിപ്പം എന്ന് പറയുന്നത്. അല്ലെ, പിന്നെ നാളെ ഇത് ആരാണ് കൗരവ പാണ്ഡവന്മാരിൽ
പ്രധാനിയായിട്ടുള്ള ഭീമൻ ഒരു കല്യാണ സൗഗന്ധികം തേടിയിട്ട് പോകുന്നുണ്ട്. ആർക്കാണ്? തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാഞ്ചാലിക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കല്യാണ സൗഗന്ധികങ്ങൾ അല്ലെങ്കിൽ മരുഭൂമിയിലെ അനുഭവങ്ങൾ തേടിപ്പോവുകയും ജീവിതത്തിൽ മരുഭൂമികളുണ്ടെന്നും അവിടെ പൂക്കൾ വിരിയുന്നുണ്ടെന്നും ആ പൂക്കൾക്ക് സമതലങ്ങളിൽ വിരിയുന്ന മുല്ലപ്പൂക്കളെക്കാൾ സൗന്ദര്യമുണ്ടെന്നും പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു അപൂർവ സാഹസികത്വം ബഷീറിൻ്റെ സഞ്ചാരപഥങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് മരുഭൂമികൾ പൂക്കുന്നു എന്ന് പറഞ്ഞ ലേഖനത്തിന് തലക്കെട്ട് വന്നിട്ടുള്ളത്. അല്ലെ, നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ബോധതലത്തെയും ബോധമണ്ഡലത്തെയും ശരി തെറ്റ്, സുഗന്ധം ദുർഗന്ധം, ശീലം അശീലം എന്നിങ്ങനെ സർവമാന സങ്കല്പങ്ങളെയും തിരുത്തി എഴുതുന്ന ഒരുപക്ഷെ സ്ഫോടനം ചെയ്യുന്ന അസാമാന്യമായൊരു നീണ്ട കരുത്താണ് ബഷീറിൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുകയാണ് ബഷീറിനോട് ചെയ്യേണ്ട വിപ്ലവകരമായ കടമ എന്ന് പറയുന്നത്. അപ്പോൾ ബഷീർ നിലവിലുള്ള വ്യവസ്ഥയെ ബഷീർ എഴുതുന്ന കാലഘട്ടത്തിലാണ് നിലവിലുള്ള വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ടുള്ള ഭാവിയിലേക്കുള്ള ഒരു ശുഭസൂചന എന്ന നിലയിൽ ഭാവിയിലേക്കുള്ള ഒരു ഉത്തരം എന്ന രീതിക്കാണ് ബഷീർ എഴുതിയെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരത്തിൽ ബഷീർ കൃതികളെ സർവം, അതായത് ഒന്നിലധികം കൃതികൾ, അതായത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ബാല്യകാല സഖിയെക്കുറിച്ച് ബഷീർ പറഞ്ഞത്, പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ബഷീർ പറഞ്ഞത്, മതിലുകളെ കുറിച്ച് ബഷീർ പറഞ്ഞത്, ഇത്തരത്തിൽ 4-5 കൃതികളെ കുറിച്ച് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബഷീർ കൃതികളെ നമ്മൾ ഈ രീതിയിലേക്ക് മനസ്സിലാക്കണം എന്നാണ് പറയുന്നുള്ളത്. അതിനകത്ത് അതുപോലെ മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ കൃത്യമായി നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തെയും ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് മുൻനിർത്തി പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ കൂടുതലും വരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് നന്നായി കേട്ടിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നോട്ട് എഴുതി വെച്ചിട്ട് പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക. ഓക്കെ.